ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഏറെ ആദരണീയനായ 21ാമത് ശ്രീനാരായണ ദർശന സംഗമവേദിയുടെ അധ്യക്ഷൻ നമ്പർ മറിയപ്പള്ളി SNDP ശാഖായോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം ശ്രീ KK സാബു കൊടിത്താനം അവർകൾ, സ്വാഗതം ആശംസിച്ച ശാഖയുടെ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശ്രീമതി മീര സജീവൻ അവർകൾ, കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന ശ്രീമതി ഓമന രഘുനാഥ് അവർകൾ, മാസ്റ്റർ അദ്വൈത് അനികുമാർ അവർകൾ, 26 നമ്പർ മറിയപ്പള്ളി ശാഖയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ സൈൻജു ടി കാഞ്ഞിരപ്പള്ളി അവർകൾ, പ്രസിഡന്റ് ശ്രീ അനിയച്ചൻ 60 അവർകൾ, ശാഖയുടെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അംഗങ്ങൾ, വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും കുടുംബയോഗങ്ങളുടെയും മറ്റ് പോഷക സംഘടനകളുടെയും ബാലജന യോഗത്തിൻ്റെയും ഭാരവാഹികളെ, വിവിധ മേഖലകളുടെ പ്രതിനിധികളെ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, എന്നെ ശ്രവിക്കുന്ന മറിയപ്പള്ളി SNDP ശാഖയിലെ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, പിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. കൈയടിക്കൊരു ആരോഗ്യമില്ലല്ലോ, നല്ലപോലെ കൈയടിച്ചേ. ഇനി അല്ല, ശരി, കണ്ടോ എന്തൊരു മാറ്റമാണെന്ന് കണ്ടോ. എന്ന് വെച്ചാലേ ഏത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥത വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ കാര്യത്തിലും വേണം, 100% നമ്മൾ കൊടുക്കണം. ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് വിജയമുണ്ട്, അതിനൊരു പോസിറ്റീവ് എനർജിയുണ്ട്. ഇത് സിമ്പിൾ ഉദാഹരണമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും അത് ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളിത് മറന്നുപോയേക്കരുത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ഒരു 5-10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മറിയപ്പള്ളി SNDP ശാഖയിൽ വീണ്ടും വരാൻ ഗുരുദേവൻ എനിക്കൊരു അവസരം തന്നിരിക്കുന്നത്. 21ാമത് ദർശന സംഗമമാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യത്തേതിൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ മിക്കവാറും തന്നെ വന്നിരുന്നു. അന്ന് വന്ന പല മുഖങ്ങളും എനിക്ക് ഓർമ്മയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ഓർക്കുന്നില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുള്ളൊരു കൈവെക്കാവോ? എന്നെ ഓർത്തിരിക്കുന്നവർ ഇത്രയും പേരുണ്ട്, ഭാഗ്യം കേട്ടോ. അത് കേട്ടോ, സൈൻജുവിനെയും പിന്നെ നമ്മുടെ സജി, അനിയച്ചൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് ആളുകളുടെ പേരും ആ രൂപങ്ങളും ഒക്കെ മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വരും കേട്ടോ. എന്തായാലും വീണ്ടും 21ാം വർഷം വരാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഈ 21 കൊല്ലങ്ങളായിട്ട് ഇത് മുടങ്ങാതെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഈ ശാഖായോഗത്തിൻ്റെ ആളുകളുടെ ഗുരുഭക്തിയുടെ ഉദാഹരണമാണ്, അചഞ്ചലമായ പ്രഖ്യാപനമാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. കൈയടിക്കാൻ പഠിച്ചു, വെരി ഗുഡ്, കൊള്ളാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, ഇത് ഇങ്ങനെ വേണം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ശാഖയിൽ പോയി, ഒരു വലിയ ശാഖ കേട്ടോ. അവർക്ക് ഉത്സവമില്ല, അവരുടെ ഉത്സവം അറിയപ്പെടുന്നത് അറിവ് ഉത്സവം എന്നാണ്. അവർ തന്നെ പറഞ്ഞ പേരാ. എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാ വർഷവും ഉത്സവത്തിന് പകരം ക്ലാസ്സുകളാണ്. അപ്പം ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചൊക്കെ സംസാരിക്കും. ഈ വർഷം ചെന്നപ്പോൾ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ, എൻ്റെ ക്ലാസ്. അപ്പം ഞാൻ ചോദിച്ചു, ഇന്ത്യ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അത് ഒരു ദിവസം കൈകൊട്ടിക്കളിപ്പാട്ട്, ഒരു ദിവസം ഗാനമേള, ഒരു ദിവസം ഭജന. എന്ന് വെച്ചാൽ അതെന്നാ, ഈ പ്രഭാഷണമൊന്നും ആർക്കും വേണ്ടതേ. സെക്രട്ടറി പറയുന്ന ഇതൊന്നും ആർക്കും വേണ്ടതേ. വേണ്ടത് എന്താണ്? കൈകൊട്ടിക്കളിപ്പാട്ട്. വേണ്ടത് എന്താണ്? നാടകം, ഗാനമേള. ആള് കൂടണമെങ്കിൽ അതൊക്കെയല്ലേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഒഴുക്കിനനുസരിച്ച് പോവുക എന്നുള്ളതാണ് പൊതുവായ നിലപാടെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഒരു നല്ല പ്രവണതയല്ല.
എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാലും ശരി, ഗുരുവിനെ പഠിക്കണം, ഗുരുവിനെ പഠിപ്പിക്കണം. അതിന് പ്രാധാന്യം കൊടുക്കാത്ത കാലം വരെ ഈ സമുദായം നന്നാവത്തില്ല, ഈ സമൂഹം നന്നാവത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കോവിഡ് വർഷക്കാലത്തെ 2 കൊല്ലം ഒഴികെ ബാക്കി 21 വർഷം അത് മുടങ്ങാൻ പോകുന്നത് എന്തൊരു ഭാഗ്യമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ തീർച്ചയായിട്ടും അതിൽ ഗുരുവിന്റെ ഇടപെടലുണ്ട്. ആ ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വർഷം ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നി. 10-25 സെന്റ് സ്ഥലം ഇതിനോട് ചേർന്ന് ഭഗവാന്റെ തിരുമുമ്പിൽ തന്നെ മേടിക്കാനും, ആ മേടിച്ച് അവിടെ അതിഗംഭീരമായ ഓഡിറ്റോറിയം, എനിക്ക് ഉറപ്പുണ്ട് അടുത്ത എൻ്റെ പ്രഭാഷണം പുതിയ ഓഡിറ്റോറിയത്തിലെ പുതിയ സ്റ്റേജിലായിരിക്കും. അതൊക്കെയല്ലേ വളർച്ച എന്ന് പറയുന്നത്, ഉയർച്ച എന്ന് പറയുന്നത്. സംഘടന കൊണ്ട് ശക്തരാകുന്നത് എങ്ങനെയാണെന്ന് ഗുരു പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ, പിന്നെ ഒട്ടനേകം നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ. ഞാൻ സൈജുനൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് അവിടെ പോയി അവിടുത്തെ SNDP ശാഖക്കാരോടൊക്കെ പറയാൻ പാകത്തിലുള്ള നവീനങ്ങളായ ഒട്ടനേകം കാര്യങ്ങൾ. സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോറം ആദ്യം കേൾക്കും കേട്ടോ അങ്ങനെ സംഭവം. എന്നുവെച്ചാൽ പ്രായമായ ആളുകൾക്ക് അവരുടെ ഒരു കൂട്ടായ്മ, അവർക്ക് കുറെ സഹായങ്ങൾ, വൈദികമായിട്ടും മറ്റ് ഒക്കെയുള്ള ചില ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന, അങ്ങനെ നല്ല എന്താ പറയാ ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന SNDP ശാഖയായിട്ട് 26-ാം നമ്പർ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുള്ള കാര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീനാരായണ ഗുരു ആധുനിക സംസ്കാരത്തിന്റെ പിതാവ്. ഇങ്ങനെ ഒരു വിഷയം എടുക്കാനുള്ള കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാമെന്ന് കരുതുന്നു. നോക്കൂ, നമുക്കറിയാം നമ്മുടെ നാട് ഒട്ടനേകം പുരോഗതിയുടെയും വികസനത്തിന്റെയും ഒക്കെ പാതകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ അതിൻ്റെതായ മാറ്റങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ മാറ്റങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മുടെയൊക്കെ വീടുകളുടെ ഒരു ടൈം ടേബിളും ഒക്കെ ഒന്ന് താളം തെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ഒരു സമൂഹത്തെ നമ്മുടെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമായിട്ടുണ്ടെന്നാണ് എനിക്ക് ഇടുക്കിയിലെ അനുഭവം വെച്ചാൽ പറയുന്നത് കേട്ടോ. ഞാൻ ഇടുക്കിക്കാരനെന്ന് അറിയാവോ? ഇടുക്കിയിലാണ് നെടുംകണ്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നെടുങ്കണ്ടത്തിനടുത്തുള്ള പച്ചടി എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. സ്ഥലപ്പേരിനി മറക്കുവോ? വായിൽ വെള്ളം വന്ന് പുളി അല്ലെ, പച്ചടി, അതാണ്. അപ്പൊ അവിടെ നിന്നാണ് വരുന്നത്. അപ്പം അവിടുത്തെ ഒരു അവസ്ഥ വെച്ച് പറയാം, പിള്ളേരെ കാണാനില്ല, ഈ ചെറുപ്പക്കാരെ കാണാനില്ല. ചെറുപ്പക്കാർ പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ വല്ല ഗാനമേളയോ പരിപാടിയോ എല്ലാം ഉണ്ടെങ്കിലേ അവർ വരത്തുള്ളൂ. ഞാൻ പലയിടത്തും പറയാറുണ്ട്, നമ്മുടെ ചെറുപ്പക്കാരല്ലേ, യൂത്ത്, അവര് ഈ കാർന്നോന്മാരെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്ന ഒരു ദിവസമുണ്ട്. സാധാരണ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും കൂടെയാണ് മക്കളെ അനുഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് തിരിച്ച് അച്ഛനെയും അമ്മയും മക്കൾ അനുഗ്രഹിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? SNDPയുടെ പരിപാടി വരുമ്പോൾ പൊക്കോ, രണ്ടും കൂടെ പൊക്കോ, ഇനി എപ്പോഴെങ്കിലും ഇങ്ങ് വന്നേച്ചാൽ മതി, ഒരു പരാതിയില്ല. നിങ്ങളെ ചിലരൊക്കെ അനുഗ്രഹിച്ച് വിട്ടാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണ്, ഞങ്ങളെ വിളിക്കാണ്ടിരുന്നേച്ചാൽ മതി, അതാണ് അവരുടെ ഒരു ആദർശം. കാരണം അവർക്ക് അവരുടെ വിചാരം ഇതൊന്നും ഞങ്ങൾക്കുള്ളതല്ല, ഇതൊക്കെ വയസ്സായ ആളുകൾക്കോ ഞങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഉള്ളതെന്നൊരു ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നമുക്കൊരു എന്താ പറയുക, അവരുടെ ജീവിതത്തിനാകെ കൂടി ഒരു മാറ്റമുണ്ട്. മൊത്തത്തിലുള്ള നമ്മൾ അവരെ ജെൻസികൾ എന്നൊക്കെ വിളിക്കും. ജെൻസിയാണ് അത്രേ. അവർക്കിതൊന്നും ബാധകമല്ല പോലും. അവരെപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ കണ്ടുകൊണ്ട് അവരിയ്ക്കും. നമുക്കിതൊന്നും റീല് കാണുന്നതിൽ ഇപ്പൊ നിങ്ങൾ മിടുക്ക പുറകിലൊന്നും അല്ല കേട്ടോ. ഞാനൊരു 5-8 കൊല്ലം മുമ്പൊക്കെ SNDP ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോണ്ടല്ലോ, അവിടുത്തെ ചെറുപ്പക്കാർ വന്നിട്ട് പറയും, സാറേ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു കേട്ടോ, നമുക്ക് വലിയ സന്തോഷം, പിള്ളേരൊക്കെ നമ്മളെ കാണുന്നുണ്ടല്ലോ എന്ന്. ഇപ്പൊ പിള്ളേര് കാണാറില്ല, ഇപ്പൊ അമ്മച്ചിമാര് വന്നിട്ട് ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു കേട്ടോ. അവരുടെ കയ്യിലെ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇരിക്കുന്നത്. പിള്ളേർ അത് കഴിഞ്ഞു പോയി, അവിടെ അത് കഴിഞ്ഞു. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും അവർ അടുത്തതിലേക്ക് കയറി പിടിച്ചു കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു വന്നത്, ഈ കുട്ടികളുടെയൊക്കെ ജീവിതത്തിലേക്ക് ശ്രീനാരായണ ഗുരുദർശനം കടത്തി വിടേണ്ടതാണ്. പക്ഷെ നമുക്കത് പറ്റുന്നില്ലെങ്കിൽ ഒരു ആത്മപരിശോധന നടത്തണം. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവര് ഇതിനോടൊരു ആഭിമുഖ്യം പുലർത്താത്തത്? ഇനി അവരതിനോടൊരു ആഭിമുഖ്യം പുലർത്തുന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? നമ്മൾ പറയുന്നത് തന്നെ പിള്ളേരെല്ലാം വിദേശത്തേക്ക് പോവുകയാണ്. സൈജു തന്നെ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് 10-80 പിള്ളേർ പുറത്താണത്രേ. ശരി, ആയിക്കോട്ടെ, അതിനെന്നാ കുഴപ്പം? ഈ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ ഒക്കെ പിള്ളേർ പുറത്തു പോകുന്നില്ലേ? അവർക്ക് ആർക്കും ഉണ്ടാവാത്ത ഒരു ജൻസി മാറ്റം നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മളൊന്ന് പഠിക്കണം. എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവര് ഇത്തരം ആത്മീയപരമായ ക്ലാസ്സുകളോട്, പ്രവർത്തനങ്ങളോട് ഒരു വിമുഖത കാണിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാവുന്നത്, അവരെ സ്വാധീനിക്കുന്ന
മറ്റു പലതും ഉണ്ട് ഈ മാധ്യമത്തിനകത്ത്. അവരെ സ്വാധീനിക്കുന്ന ഇതൊക്കെയാണ്. അവരാ സ്വാധീനം വെച്ചുകൊണ്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനില്ല. പ്രത്യേകിച്ച് ഈ നമ്മുടേതായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. ഈ അടുത്ത കാലത്ത് ഇതിനകത്തൊരു വീഡിയോ വന്നു കേട്ടോ. ആ വീഡിയോ നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണുമായിരിക്കും. ഒരു AI വീഡിയോയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഉടലോടുകൂടി വന്നിങ്ങനെ ജീവനോടെ സംസാരിക്കുന്നതാണ്. സാധാരണ നമ്മൾ ഫോട്ടോയിലേ കണ്ടുള്ളൂ, പക്ഷെ AI വന്നപ്പം ഉടലോടെ സംസാരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ സംസാരിക്കുക. ഗുരു പറയാണ്, വലിയ സങ്കടപ്പെട്ട ഗുരു പറയുന്നത് കേട്ടോ, നാം നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മെ പൂജിക്കരുത്, പ്രാർത്ഥിക്കരുത് എന്ന്. കണ്ടോ? കൈവക്കിക്ക് കണ്ടവര്? കണ്ടോ? അതാണ്. നിങ്ങൾ ഇവിടെ 5 or 6 പേരെ കണ്ടുള്ളൂ, പക്ഷേ നിങ്ങളുടെ പിള്ളേരോട് ചോദിക്കുക, അവരെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പൊ ഗുരു വന്നിട്ട് പറയാണ്, നാം പറഞ്ഞിട്ടില്ലേ പൂജിക്കരുത്, പ്രാർത്ഥിക്കരുത് എന്ന്. അപ്പൊ ഈ പിള്ളേരെല്ലാം ചിന്തിക്കുന്നത്, അപ്പൊ ഈ അറിയപ്പോൾ ഈ ചെയ്തു വെച്ചേക്കുന്നത് ശരിയാണോ? ഗുരു സ്വയം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചെയ്തേക്കുന്നത് ശരിയാണോ ചോദിച്ചാൽ നമുക്കുണ്ടോ മറുപടി? ഇല്ല. അപ്പൊ പറഞ്ഞത്, ഇവരെ കുട്ടികളെ അതിവേഗം ഈ മാധ്യമം സ്വാധീനിക്കുമ്പോ അവർ അതിനടിമപ്പെട്ടു പോകും. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരുതരം പഴഞ്ചൻ ഏർപ്പാടായി മാറും. ഇല്ല, തെറ്റായ ചില ഏർപ്പാടുകളായിട്ട് അത് മാറാനുള്ള ഇടയുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളെ പുതിയ തലമുറയിലേക്ക് ഗുരുദർശനത്തെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുത്താൽ മാത്രമേ ഇനി ഒരു 25 കൊല്ലം കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന തലമുറ അധികം പേര് ഇവിടെ കാണുന്നില്ല. പക്ഷേ ആ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരിക്കണം, അവരിത് കേൾക്കണം, അവരിതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ പുതിയ തലമുറയിലേക്ക് ഗുരുവിനെ കൊടുക്കാൻ അവരുടെ ഭാഷയിൽ നമ്മൾ അവരോട് സംസാരിക്കേണ്ടതുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊന്ന്, ഈ കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഒരു വലിയ മൂല്യച്യുതി പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓരോ വീടും ഒറ്റപ്പെട്ട, ഒരു വീട്ടിൽ 5 പേരുണ്ട്, 5 പേരും 5 ലോകത്താണ് കഴിയുന്നത്. കാരണം എന്നാ, ഈ മൊബൈൽ ഫോണിൽ സ്വന്തമായിട്ട് അവർക്കൊരു ലോകമുണ്ട്, സ്വന്തമായിട്ടൊരു വാട്സാപ്പ് ഉണ്ട്, സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്, അവരുടേത് മാത്രമായ. അതിനകത്ത് എന്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് അച്ഛനോ അമ്മയ്ക്കോ അറിയത്തില്ല, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് ഇവർക്കറിയത്തില്ല. അങ്ങനെ ഒരു തുരുത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എന്നോട് പറയുകയാണേ, സാറേ എന്നാ പറയാനാ, മോന്റെ ബർത്ത്ഡേ അറിഞ്ഞത് ഫേസ്ബുക്കിൽ കൂടെയാണ്. അപ്പൊ ഞാൻ ചെന്നിട്ടോ ഫേസ്ബുക്കിലൂടെ തന്നെ ഒരു ആശംസ അറിയിച്ചിട്ടുണ്ടെന്ന്. അത്ര മതി. മോൻ 2ാം നില കിടന്ന് ഉറങ്ങുന്നുണ്ട്, പക്ഷെ അമ്മ ആശംസ പറയുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. അങ്ങനെ നമ്മുടെ വീടുകൾ ചെറിയ 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 തുരുത്തുകളായി മാറി. പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞുപോയി. ശരിയോ തെറ്റോ? പരസ്പരം നമുക്ക് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കുന്ന സമയം തീരെ കുറവാണ്. ചെറുപ്പക്കാർ ഒട്ടും തന്നെ സംസാരിക്കാറില്ല. എല്ലാവരുടെയും പെടലി ചെരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ? ആഹാരം കഴിക്കുമ്പോൾ പോലും ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലം ആണ് പല വീട്ടിലും നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ കുഴപ്പം എന്താണ്? അതിന്റെ കുഴപ്പം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ കൂടി. കേരളത്തിലല്ല, ലോകത്ത് മൊത്തത്തിൽ ആത്മഹത്യ നിരക്ക് കൂടി. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, ഒരമ്മ അവരുടെ മകള്, അവരുടെ 3 മക്കള്, 3 ആൺമക്കളെയും കൂടെ കൊന്നിട്ടാണ് ഒരമ്മ 2 പേര് മരിച്ചു കിടന്നത്. കണ്ടായിരുന്നോ? ഈ അമ്മയുണ്ടല്ലോ, കൊന്നയമ്മയും വല്യമ്മയും 2 നല്ല ഡിഗ്രിയും ബിരുദം ഉള്ളവരാണ്. എന്നിട്ടും 3 ആൺമക്കളെ ഈ കൂൾ ഡ്രിങ്കിനകത്ത് വിഷം കൊടുത്ത് ചത്തുന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം മാറ്റി നല്ല രീതിയിൽ മുടിയൊക്കെ ചീകി പൗഡറും ഇട്ട് പൊട്ടും തൊടിയിപ്പിച്ച് ബെഡെ കിടത്തി വെച്ചിട്ടാണ് ഇവർ തൂങ്ങി മരിക്കുന്നത്. പഠിപ്പില്ലാത്തവരല്ല, അറിവുള്ളവർ തന്നെയാണ്. എത്രയോ പേർ ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ എത്ര ആളുകളാണ് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഒരു വിചാരം എന്താണ്? പഠിപ്പുണ്ടെങ്കിൽ എല്ലാം ആയി എന്നാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ വർഷം പത്തനംതിട്ടയിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഏറ്റവും നല്ല ഡോക്ടറാണ് ആത്മഹത്യ ചെയ്തത്. രാവിലെ നോക്കുമ്പോൾ ഡെഡ് ബോഡി ക്വാർട്ടേഴ്സിലുണ്ട്. ആത്മഹത്യയുടെ കാരണം ഒരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ വരിയേ ഉള്ളൂ, തോറ്റുപോയി എല്ലാ അർത്ഥത്തിലും. MBBS-ഉം MD-യും വരെ റാങ്കോടെ ജയിച്ച ഒരു ഡോക്ടർ ഇപ്പൊ പറയാണ് തോറ്റുപോയെന്ന്. ഇയാൾ തോറ്റ വിഷയം ഏതാണെന്ന് പറഞ്ഞേ. MBBS-ഉം MD-യും വരെ റാങ്കോടെ ജയിച്ച ഡോക്ടർ ഇപ്പൊ തോറ്റുപോയത് ഏതിലാണ്? ജീവിതത്തിൽ തോറ്റുപോയി. പ്രിയപ്പെട്ടവരെ, ജീവിതം ജയിക്കാൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. ശരിയോ തെറ്റോ? നിങ്ങൾക്ക് നമ്മുടെ വിചാരം എന്താ? കൊച്ചു CBSE-യിലല്ലേ പഠിക്കുന്നത്. ഞാൻ 32 കൊല്ലമായിട്ട് ഒരു അധ്യാപകനാണ്, ഇപ്പൊ അതിന്റെ ഹെഡ് മാസ്റ്ററുമാണ്. ആ അനുഭവം വെച്ച് പറയാ, നമ്മുടെ പണി എന്നതാ? കുറെ വിഷയങ്ങൾ പഠിപ്പിക്കുക. മലയാളം, കണക്ക്, ഇംഗ്ലീഷ്, സയൻസ്, സാമൂഹ്യ പാഠം പഠിപ്പിക്കുക, മാർക്ക് മേടിക്കുക, ജയിപ്പിക്കുക. അത് കഴിഞ്ഞാൽ എന്റെ പണി കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്തുള്ളൊരു വിഷയമാണ്
ജീവിതം എന്ന് പറയുന്ന ഒരു വിഷയം. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന് കവി പാടിയിട്ടില്ലേ? അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തെ പഠിക്കേണ്ടതുണ്ട്, ജീവിക്കാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതമാകുന്ന പരീക്ഷ ജയിക്കണമെങ്കിൽ ആ വിഷയത്തിന് പറയുന്ന പേരാണ്, ഫിസിക്സും കെമിസ്ട്രി അല്ല, ആത്മവിശ്വാസം എന്ന് പറയും. ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ വേണം ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ. ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടതാണ് ആത്മീയത. ആത്മ എന്ന വാക്ക് ആത്മവിശ്വാസത്തിലുമുണ്ട്, പിന്നെ ആത്മീയതയിലുമുണ്ട്. അപ്പൊ ആത്മീയത എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, എന്നതാ? എല്ലാവരുടെയും വിചാരം ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്നതാ? ഇപ്പൊ നമ്മുടെയൊക്കെ വിചാരം അയാൾ ഭയങ്കര ആത്മീയക്കാരനാണ്, അല്ല ആത്മീയവാദി എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും അമ്പലത്തിൽ പോകുന്നു, കുറി തൊടുന്നു, പ്രാർത്ഥന നടത്തുന്നു, ഇങ്ങനെയൊക്കെ, അതാണ് ഭയങ്കര ആത്മീയത എന്നാണ്. അതല്ല ആത്മീയത. ആത്മീയത എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മബലത്തെ കുറിച്ചുള്ള ശരിയായ ഉറപ്പാണ്. തനിക്ക് തന്നെ കുറിച്ചുള്ള ശരിയായ ബോധ്യമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ ആത്മീയത ശരിക്കുമുള്ള ഒരു വ്യക്തി നല്ല ആത്മവിശ്വാസമുള്ള ആളായിരിക്കും. ഏത് പ്രതിസന്ധി വന്നാലും അയാൾ പിടിച്ചു നിൽക്കും. ഏത് പ്രശ്നം വരട്ടെ, ശരിയായ ആത്മീയത ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ആത്മബലമുള്ളയാൾ എങ്ങനെ നിൽക്കും? ഗുരുദേവനെ കുറിച്ച് തന്നെ പറഞ്ഞ പോലെ, വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായ അങ്ങ് വസിപ്പൂ മാല പോലെ നിൽക്കും. അതാണ് ആ ശരിയായ കരുത്തുള്ളവർക്ക് അത് പറ്റുള്ളൂ. ശ്രീനാരായണ ഗുരുദേവന്റെ 58ാമത്തെ പിറന്നാളിന് വി കൃഷ്ണൻ എന്ന ഒരു കവി എഴുതിയ ഒരു കവിതയുണ്ട്. ഗുരുദേവന്റെ 60ാം പിറന്നാളിന് എടുത്ത കവിത കുമാരനാശാൻ എഴുതിയാണ് ഞാനിപ്പോ ഇവിടെ ചൊല്ലിയത്. 58ാം പിറന്നാളിന് വി കൃഷ്ണൻ പാടിയത് ഇങ്ങനെയാണ്. എന്താ? ഗിരീന്ദ്രൻ കുലുങ്ങാം, സമുദ്രം കലങ്ങാം, ദിഗന്ധം വിറയ്ക്കാം, അനേക പ്രകാരം. ഇതെന്തൊക്കെയായാലും ഈ ധീരധീയാം ഗുരുപ്രൗഢനെള്ളോളമുള്ളം കുലുങ്ങ. മല വിറയ്ക്കാം, സമുദ്രം കലങ്ങാം, ദിഗന്ധം 4 ദിക്കും വിറയ്ക്കാം, അനേക പ്രകാരം. ഇതെന്തൊക്കെയായാലും ഈ ധീരധീയാം, ആണോ ധീരധീ, അങ്ങനെ ആയിട്ടുള്ള ഗുരുപ്രൗഢന് എള്ളോളം, എള്ളിന്റെ അത്ര പോലും ഉള്ളം കുലുങ്ങാന്ന് പറഞ്ഞാൽ, അങ്ങനെ കുലുങ്ങാതിരിക്കണമെങ്കിൽ അത്ര അചഞ്ചലമാണ് അവിടുത്തെ ആത്മബലം എന്ന് പറയുന്നത്. ശരിയോ തെറ്റോ? അങ്ങനെയാണെങ്കിൽ ഈ ആത്മീയതയിലൂടെ നമുക്ക് കിട്ടുന്നത് ഈ ആത്മബലമാണ്. ആ ആത്മബലമുള്ള ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ വരും. മനുഷ്യരായ പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കുവോ? നമുക്കെല്ലാം പ്രശ്നങ്ങളില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിനെ ഉള്ളം കുലുങ്ങാതെ തരണം ചെയ്യണമെങ്കിൽ ആത്മബലം വേണം. ആത്മബലം കൈവരുത്തുന്ന വിദ്യയാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. ആത്മവിദ്യ. അപ്പൊ ആത്മീയത അതിനു വേണ്ടിയുള്ളതാണ്. അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണോ വേണ്ടയോ? നിങ്ങൾ പറയൂ. പഠിപ്പിക്കണം. എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ക്രിസ്ത്യാനികൾ അത് അവരെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും മുസ്ലിങ്ങൾ അവരുടെ മക്കളെ അത് പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഏത് ജൻസി ആയിക്കോട്ടെ ഞായറാഴ്ച പള്ളിയിലുണ്ട്. ശരിയോ തെറ്റോ? ഏത് ജൻസി ആയിക്കോട്ടെ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസം 5 നേരം നിസ്കരിക്കും, നോയമ്പെടുക്കും. ശരിയല്ലേ? നമ്മുടെ പിള്ളേർ മാത്രം പുതിയ ജൻസിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും നമുക്ക് ബാധകമല്ല, പ്രായമായവരുടേതായിട്ട് കരുതി വെക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഒരു ഗൗരവം വളരെ വലുതാണ്. ഈ ആത്മവിദ്യയിലൂടെ, ആത്മീയതയിലൂടെ അവർക്ക് ജീവിതത്തെ ജയിക്കാനുള്ള കഴിവാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കേവലം ഇത് നമ്മുടേത് മാത്രമല്ല, വരും തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാവണം ഇത്തരം പ്രവർത്തനങ്ങൾ. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതം ശോഭനമായി തീരുകയുള്ളൂ. അപ്പൊ അങ്ങനെ ശരിയായ ആത്മീയതയെ പഠിപ്പിച്ച ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശരിയായ ജീവിത രീതി പഠിപ്പിച്ച ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ അതിജീവിക്കാമെന്ന് നമ്മളെ ജീവിച്ചു കാണിച്ചു പഠിപ്പിച്ച ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. നമ്മുടെ ഈ നാടിന് ലോകത്തെ അഭിമാനിക്കാൻ പാകത്തിലുള്ള ഒരു സംസ്കാരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സംസ്കാരത്തെ തന്റെ ആത്മബലത്തിൽ നിർമ്മിച്ചു തന്ന ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാലോ, നമുക്ക് ഡോക്ടർ അമർത്യ സെൻ എന്ന പേര് ചിലർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കും. അമർത്യ സെൻ ആരെന്നറിയാമോ?
സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആളാണ് ഡോക്ടർ അമർത്യ സെൻ. നോബൽ പ്രൈസ് വിന്നറാണ്. മറന്നേക്കല്ലേ, ലോകത്തെ ഏറ്റവും വലിയ അംഗീകാരം അവാർഡുകളിൽ ഒന്നാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. അത് എക്കണോമിക്സിൽ നേടിയ ആളാണ് ഡോക്ടർ അമർത്യ സെൻ. ഇദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, സ്വാതന്ത്ര്യമാണ് വികസനം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, അതായത് ഈ ലോകത്തുണ്ടായിട്ടുള്ള പുരോഗതി, സാമ്പത്തികമായ വളർച്ച, അല്ലെങ്കിൽ ഒരു ജനതയുടെ ജീവിത നിലവാരത്തിന്റെ ഉയർച്ച, അത് പണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് ലോകമെമ്പാടുമുള്ള ഒരു ധാരണ. ഒരു പരിധി വരെ അത് ശരിയുമാണ്, ശരിയല്ലേ? നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മളെല്ലാം പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാ? നന്നായി ജീവിക്കണം. പണിയെടുത്താൽ ധാരാളം പണം ഉണ്ടാവും, പണമുണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കാം. അതെല്ലാവരുടെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ നിങ്ങൾ ഈ മറിയപ്പള്ളിയിലെ ഏറ്റവും നന്നായിട്ട് നല്ല നിലവാരമുള്ള ഒരു കുടുംബത്തെ മനസ്സിലോർത്തെ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ നല്ല ജീവിത നിലവാരമുള്ള ഒരു കുടുംബത്തെ മനസ്സിലോർക്കൂ. ഇപ്പൊ ഇനി ഞാൻ ലക്ഷണങ്ങൾ പറയാം. അത് മിക്കവാറും 2 നില കെട്ടിടമുള്ളവരായിരിക്കും, നല്ല കാറോ വണ്ടിയോ ഒക്കെ ഉള്ളവരായിരിക്കും, മക്കളൊക്കെ വിദേശത്തോ സ്വദേശത്തോ നല്ല ജോലി ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ എല്ലാം വിചാരം അങ്ങനെയാണ്. നല്ല ജോലിക്കാരുണ്ടെങ്കിൽ, നല്ല പഠിപ്പുള്ളവരുണ്ടെങ്കിൽ, നല്ല വലിയ കെട്ടിടങ്ങളും വാഹനങ്ങളും ഉണ്ടെങ്കിൽ നല്ല ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാകും. ഇതാണ് ലോകം മുഴുവനുള്ളൊരു കാഴ്ചപ്പാട്. ഇനി അമർത്യ സെൻ പറയുന്ന വരികൾ ശ്രദ്ധിച്ചേക്കണേ. എന്നാൽ കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകം കണ്ട ആളാ പറയുന്നത് കേട്ടോ. കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പണമില്ലെങ്കിലും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ചവരാണ് മലയാളികൾ എന്ന് പറയുന്നത്. പണമില്ലെങ്കിലും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ചവരാണ് ആര്? കൈയടിക്കരുത് കേട്ടോ, കൈയടിക്കരുത്, കെട്ടിയിരിക്കും കൊണ്ട്. എന്റെ പൊന്നോ, ഇതെന്തോ മലയാളിക്ക് മൊത്തത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് മലയാളി ഇങ്ങനെ മരച്ചിരുന്നാൽ മതിയോ? ഏതാ നമുക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇപ്പൊ എന്റെ നാട് നെടുങ്കണ്ടത്താന്ന് പറഞ്ഞല്ലോ, അവിടെ തമിഴ്നാട്ടുകാരാണ് കേട്ടോ കൂടുതലും പണിയാൻ വേണ്ടി വരുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഏലമാണ് പ്രധാനം. ഏലം. അപ്പൊ ഏലം കൃഷിക്ക് തമിഴ്നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവർ രാവിലെ ഇങ്ങനെ ഓരോ വണ്ടിയിലേക്ക് വരും, ഇഷ്ടം പോലെ വരും. അപ്പം ഈ തമിഴ്നാട്ടുകാർ നമ്മുടെ ഏലക്കാട്ടിൽ വരുന്നു, അവർ പണിയെടുക്കുന്നു, പോകുന്നു, വൈകുന്നേരം അവർ പോകുന്നു. അപ്പം ഈ തമിഴ്നാട്ടുകാരെ നമ്മൾ വളരെ സ്നേഹത്തോടെ മലയാളി വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ വിളിക്കുന്നത്? പാണ്ടിക്കാരൻ. പാണ്ടിക്കാരൻ. അതിനകത്ത് സ്നേഹമാണോ ബഹുമാനമാണോ പുച്ഛമാണോ ഓർത്താച്ചാൽ മതി. ഇനി നമ്മുടെ ഇതിലൂടെയൊക്കെ ധാരാളം പേരുണ്ടല്ലോ, ബംഗാളികൾ. നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാ? ബംഗാളി. പരമപുച്ഛമാ. നമ്മുടെ കക്കൂസ് പോരാനും വഴി പണിയാനും അവൻ വേണമെന്നറിയാം, എന്നാലും പറയുന്നില്ല ബംഗാളി. നമ്മളാരാ? മലയാളി. എന്തോ ഒരു ഇച്ചിരി കൂടുതലുണ്ട് മലയാളിക്ക്. ശകലം. എവിടെ ചെന്നാലും, ലോകത്തെവിടെ ചെന്നാലും മലയാളിക്ക് 2 കൊമ്പ് കൂടുതലുണ്ട്, ഇല്ലേ? അപ്പൊ അത് എവിടുന്ന് കിട്ടിയതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. മലയാളി ലോകത്തെവിടെയും ഒരു പ്രത്യേക തരം എന്താ പറയാ നിലവാരത്തെ പ്രദർശിപ്പിക്കുന്നു. ഏതാ ആ മലയാളിയുടെ നിലവാരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് പണമില്ലെങ്കിലും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാമെന്ന് ലോകത്തോട് പറയുന്നവരാണ് മലയാളികൾ. മലയാളിക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ, കുളിച്ചില്ലെങ്കിലും. ഉറക്കെ പറയണ്ട, ഞാൻ തോർത്തെന്നാ ഓർത്തെ, നിങ്ങൾ വേറെ വല്ലതാണോ ഓർത്തെ? എന്റെ നാട്ടിൽ തോർത്ത് പുറപ്പെടുത്തി കിടക്കണം. എവിടെ അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് മലയാളിക്കറിയാം. അപ്പൊ ഇതിട്ട് അമർത്യ സെൻ പറയുന്ന വരി ഇനി ശ്രദ്ധിച്ചോണേ. മലയാളി പറയാണ്, ഈ അമർത്യ സെൻ പറയാണ്, ഇത് ലോകം കണ്ടു പഠിക്കണം, ഇത് ലോകം പഠിക്കണമെന്ന്. എന്നിട്ടോ ഇത് അനുകരിക്കണം, ഇത് ആഘോഷിക്കണം. ആരാ പറയുന്നേ? മലയാളി അല്ലാത്ത അമർത്യ സെന്നാ പറയുന്നത്. ബംഗാളിയാണ്. ഇത് കണ്ടുപഠിക്കണം. മലയാളിയുടെ ഈ വികസന മാതൃക കണ്ടുപഠിക്കണം, അനുകരിക്കണം. എന്നുവെച്ചാൽ നിങ്ങൾ അയാളെ കണ്ടുപഠിക്കാൻ, അനുകരിക്കണം, ആഘോഷിക്കാവുന്നതുമാണ്. ഇത്രയാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു? ഇത് പഠിക്കാൻ വേണ്ടി അമേരിക്കക്കാരനായ ബിൽ മക്കിബൻ എന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ കേരളത്തിൽ വന്നു. ലോകത്തോടെ പറയുന്നത് കണ്ടുപഠിച്ചോളാൻ. അമേരിക്കക്കാരനോടും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വിചാരം നമ്മൾ അങ്ങോട്ട് നോക്കി പഠിക്കാനാ പറയുന്നത്. നിങ്ങൾ പാശ്ചാത്യരെ നോക്കി പഠിക്കൂ എന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചേക്കുന്നത്. അപ്പൊ അയാൾ പറയാണ് ഇവിടെ നോക്കി പഠിക്കാൻ. അപ്പൊ ഇതെന്താണ്, ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ എന്താ ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടിയാണ് അമേരിക്കക്കാരനായ സായിപ്പ് ബിൽ മക്കിബൻ ഇവിടെ വന്നത്. കുറെ വർഷം അദ്ദേഹം നമ്മുടെ ഇടയിൽ ജീവിച്ചു കേട്ടോ, നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു. എന്നിട്ട് അവസാനം അദ്ദേഹം
ഡബിൾ ടേക്ക് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഡബിൾ ടേക്ക്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കേരളം സാമാന്യഗതിയിൽ മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെയുള്ള പൊതുവായ പ്രത്യേകതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത തന്നെ. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഒരു മാപ്പ് മനസ്സിലോർത്തേ, ഇന്ത്യയുടെ ഒരു ഭൂപടം എടുത്തു കഴിഞ്ഞാൽ കേരളം എവിടെ കിടക്കുന്നത്? അങ്ങ് താഴെ. ഞങ്ങൾ പള്ളിക്കുറുതി പിള്ളേരോട് പറയുന്നതറിയോ, ഒരു വശം ചെത്തിയ പാവയ്ക്ക പോലെ വരച്ചാൽ മതി, കേരളം വരയ്ക്കാൻ എളുപ്പമുണ്ട്. ശരിയല്ലേ? അത് ഇച്ചിരി മുള്ളൊക്കെ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളമായി. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ധി മണൽത്തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിയിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മ. പണ്ട് മലയാളം പഠിപ്പിച്ച ക്ലാസ്സിൽ വേണമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കേരളം, ആ കേരളത്തില് എല്ലാ ഇവിടെ ഭൂപ്രകൃതി എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ തമിഴ്നാട്ടുകാരനും കർണാടകക്കാരനും രാജസ്ഥാൻകാരനും ഇന്ത്യയുടെ മറ്റു സ്റ്റേറ്റ് ഒക്കെ നോക്കുമ്പോൾ കേരളം എന്നാ ഉണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്, കേരളത്തിന് മാത്രം കിട്ടിയൊരു പ്രത്യേകതയുണ്ട്. അത് ഈ പറയുന്ന പലതരത്തിലുള്ള പ്രത്യേകതകളെയും വൈവിധ്യങ്ങളെയും എല്ലാം കോർത്തിണക്കിയ ഒരു പ്രത്യേകതയാണ്. കേരളം ഉണ്ടായത് ഒരു ധാർമ്മികമായ അടിത്തറയിലാണ്. ധാർമ്മികമായ അടിത്തറ. അമർത്യ സെൻ ഈ കേരളത്തിന്റെ പ്രത്യേകതയ്ക്ക് പറയുന്ന വാക്കാണ് കേരള മോഡൽ വികസനം എന്ന്. ഈ കേരള മോഡൽ എന്നുള്ള വാക്ക് LDFന്റെ UDFന്റെ സംഭാവനയല്ല. കേരള മോഡൽ എന്ന വാക്ക് പറഞ്ഞത് ആരാണ്? അമർത്യ സെനാണ്. മിടുക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ശരി. അപ്പോ കേരള മോഡൽ വികസനം ഉണ്ടായത് ഒരു ധാർമ്മികമായ, സാമ്പത്തികം മാത്രമല്ല, ഒരു ധാർമ്മികമായ അടിത്തറയിലാണ്. ആ ധാർമ്മികമായ അടിത്തറ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ വന്നിട്ടുള്ള പലതരം മിഷണറിമാരുണ്ട്. ചെല്ലു പറയുന്നു ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടുകൂടിയാണ് കേരളം രക്ഷപ്പെട്ടു പോയത് എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇതിനേക്കാൾ മിഷണറിമാർ കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു, ഇതിനേക്കാൾ മിഷണറിമാർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എന്നിട്ടും കേരളത്തെ പോലെ ആവാൻ ബംഗാളിന് പറ്റിയോ? പറ. പറ്റിയിട്ടില്ല. ഈ ബ്രിട്ടീഷുകാരൊക്കെ ആദ്യം വന്നത് ബംഗാളിലാണ്, കൽക്കട്ടയിലാണ്. അവിടെയാണ് നവോത്ഥാനം മുഴുവനും ഉണ്ടായത്. എന്നിട്ടും ബംഗാൾ കൽക്കട്ടയെ പോലെ ആയോ? അല്ല, സോറി, കേരളത്തെ പോലെ ആയോ? ഇല്ല. ബംഗാളിക്ക് ഇന്ന് ജീവിക്കാൻ എവിടെ വരേണ്ടി വന്നു? കൽക്കട്ടക്കാരന് ഇവിടെ വരേണ്ടി വന്നു. അപ്പൊ അത് മാത്രമല്ല, ഇനി ചെല്ലു പറയുന്നു ഇത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മികവ് കൊണ്ടാണ്. അല്ല, രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ് ഒക്കെ ഭരിച്ചേക്കുന്നത്. LDFും UDFും BJP അല്ലാണ്ട് വേറൊരു പക്ഷേ ഇവിടെ ഭരിച്ചിട്ടില്ലല്ലോ. അവിടെയൊക്കെ ഇവരൊക്കെ തന്നെയാണ് ഉള്ളത്. എന്നിട്ടും ഇവിടെ മാറിയിട്ടുണ്ട്. അവർക്ക് ആ മാറ്റം, ഇവിടുത്തെ മാറ്റം അവിടെ വരുത്താൻ പറ്റിയില്ലെങ്കിൽ അത് അവരുടേത് മാത്രം പറയാൻ പറ്റില്ല. ചില പറയുന്നു രാജകീയ ഭരണങ്ങൾ കൊണ്ടാണ്. അല്ല, രാജകീയ ഭരണകൂടം മാത്രമല്ല. അപ്പൊ അങ്ങനെ എണ്ണി എടുത്താൽ ഇതൊന്നുമല്ല. ഇതൊക്കെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇവിടെ മാത്രമുള്ള ആ സവിശേഷത എന്ന് പറയുന്നത് ഒരു ധാർമ്മികതയുടെ അടിത്തറയിൽ, ദ എനിഗ്മ ഓഫ് കേരള എന്നാണ് ഈ ബിൽ മക്കിബൻ പറഞ്ഞ വാക്ക് കേട്ടോ. എനിഗ്മ, കേരളം എന്ന പ്രഹേളിക. പ്രഹേളിക എന്ന് പറഞ്ഞാൽ എന്നാ? പ്രഹേളിക എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? പ്രഹേളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയാം. ഇപ്പം എന്താ പറയാ, ഒരു ഉദാഹരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, വെള്ളം ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? നീരാവിയാകും, അല്ലെ? വെള്ളം ചൂടാക്കിയാൽ ഐസ് ആവുന്നു സങ്കല്പിക്കൂ. അതൊരു പ്രഹേളികയാണ്. ഉത്തരം കിട്ടാനാവാത്ത ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു പ്രഹേളിക ഈ കേരളത്തിലുണ്ട്. അതാണ് ഈ ബിൽ മക്കിബൻ പുറത്തു വന്നത്. ആ ധാർമ്മികമായ അടിത്തറയെ കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു, കണ്ടെത്തി, പഠിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ വൈവിധ്യങ്ങളെയെല്ലാം ഒരു നൂലിൽ കോർത്താലേ ഒരു മുത്തുമാല ഉണ്ടാവുന്നുള്ളൂ. മുത്തു ഉണ്ടാവാം, പക്ഷെ നൂല് വേണം. അങ്ങനെ കേരളമാകുന്ന മാല ഉണ്ടാക്കിയിരിക്കുന്ന നൂലെന്ന് പറയുന്നത് ധാർമ്മികതയാണ്. ആ ധാർമ്മികമായ അടിത്തറ നൽകിയത് ശ്രീനാരായണ ഗുരുവാണെന്ന് പറയുന്നു ബിൽ മക്കിബൻ. നമ്മളാരും അല്ല, വെള്ളാപ്പള്ളി നടേശനോ എല്ലാം പറഞ്ഞെങ്കിൽ പറയുന്നത് അത് നമ്മുടെ ഭക്തി കൊണ്ട് പറഞ്ഞു പോകുന്നതല്ലേ എന്ന്. അല്ല, ഗുരു നൽകിയ ധാർമ്മികതയിലാണ് മലയാളിക്ക് എന്തുണ്ടായത്? ഉണ്ടായത്. അപ്പൊ മലയാളിയെ മലയാളിയാക്കി മാറ്റിയ, ലോകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ഇതാണ് എന്ന് പറയാനുള്ള ആത്മബലവും വിശ്വാസവും തന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. അപ്പൊ ഗുരുവിനെ പഠിക്കുമ്പോൾ നമുക്കത് കിട്ടും. ഗുരുവിനെ പഠിക്കണമെന്നേ. ഗുരുവിനെ ആരാധിക്കാൻ ആരെ കൊണ്ട് പറ്റും? വിളക്ക് കത്തിച്ച് വെച്ച് 4 നേരം നാമം ചെല്ലാൻ നമുക്ക് പറ്റും. പക്ഷെ അതിനപ്പുറത്ത് ഗുരുവിനെ പഠിക്കുമ്പോഴാണ് കിട്ടുക. ഇനി ഗുരു എങ്ങനെയാണ് ഈ ഒരു ഇന്നും നാളെയും പ്രബലമായ ഈ ആധുനിക സംസ്കാരത്തെ നമുക്ക് നൽകിയത് എന്ന് കൂടി പഠിക്കണം.
നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തന പദ്ധതികൾ 1903 SNDP യോഗം രജിസ്റ്റർ ചെയ്ത് തുടക്കം കുറിക്കുന്നു. അതായത് ഗുരുവിന്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ. 1905 ഗുരുദേവൻ ആ നാട്ടിലെ അരുവിപ്പുറത്ത് വെച്ച് കുറെ ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടി. ചെറുപ്പക്കാരായ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ചില വിഷയങ്ങൾ നാട്ടുകാരെ പഠിപ്പിക്കണം, നാട്ടിലെമ്പാടും പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുവാണ്. സ്വാമി എന്തൊക്കെ ഉദ്ദേശിക്കുന്നത്? അപ്പം യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എന്റെ സുവിശേഷം നാടിന്റെ നാനാഭാഗത്തും പോയി പ്രസംഗിക്കുമെന്ന് പറഞ്ഞ പോലെ ഇനി ഗുരുവിനെ കുറിച്ച് വല്ലതും ആണോ? എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഗുരു പറഞ്ഞു, സ്വാമി ഇങ്ങനെ വിരൽ മടക്കിയോടെ പറഞ്ഞത്, 4 വിഷയങ്ങളാണ് നാട്ടുകാരോട് പറയേണ്ടത്. 1 മതം, 2 സദാചാരം, 3 വിദ്യാഭ്യാസം, 4 വ്യവസായം. ഇത് 4ഉം ആളുകളെ പഠിപ്പിക്കൂ. 1905 ചിന്തിക്കണേ. 1905 കൊല്ലം ആലോചിച്ചോണം. അന്ന് കേരളം ഉണ്ടായിട്ടില്ല. അന്ന് കേരളം എന്ന് പറഞ്ഞൊരു പേര് പോലും ഉണ്ടായിട്ടില്ല. അന്നാ ഗുരു പറഞ്ഞത്, ഇതെല്ലാവരോടും പോയി സംസാരിക്കും. അത് ഓരോന്നിനും എന്തൊക്കെ പറയണമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് മതമാണ്. മതത്തെക്കുറിച്ച് ഗുരു പറഞ്ഞു, എല്ലാവരിലും ഒരു നല്ല മതബോധം ഉണ്ടാവണം. കേട്ടോ, ഇതൊക്കെ ഞാൻ ഇപ്പൊ വീണ്ടും ആവർത്തിക്കുന്നത്, നമുക്ക് നമ്മുടെ മക്കളിലേക്ക് ഇനിയും കൊടുക്കേണ്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇനി എടുത്തോണം. എന്താണ്? നല്ലൊരു മതബോധം ഉണ്ടാവണം. അന്ധവിശ്വാസങ്ങളില്ലാത്ത, അനാചാരങ്ങളില്ലാത്ത ഒരു ധാർമ്മികമായ മതവിദ്യാഭ്യാസം എല്ലാവർക്കും വേണം. അത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം എന്ന് ഗുരുദേവൻ ആരോട് പറഞ്ഞു? ഈ ചെറുപ്പക്കാരോടായിട്ട് ഉപദേശിച്ചു. എല്ലാവരെയും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. ഏതാ? ധാർമ്മികമായ ഒരു മത സംസ്കാരം വേണം. ഇപ്പൊ നമ്മൾ ഒഴികെ ബാക്കി എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയ എല്ലാ ദിവസവും ഒരു ബൈബിള് വായിക്കാണ്ടിരിക്കുവോ? ഇരിക്കും. ഇന്ന് എല്ലാവരും കുരിശുമല കയറാൻ പോയിട്ടില്ലേ? ഞാൻ അവിടെ ഒരു കുരിശുമലയുടെ താഴെയാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് ജോലിക്കാരുണ്ടായിരുന്നു. അയാൾ പറയാണ്, മല കയറാൻ വരുന്ന ഭൂരിപക്ഷം നമ്മുടെ ആളാണ്. ഇതിന്റെ ഒരു വിചാരം ഇതൊരു ആചാരമാണ്, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതായിരിക്കും എന്നാണ്. ശരി, അതെന്തിലും ആട്ടെ, നമ്മുടെ വിഷയമൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമ്മുടെ മത സംസ്കാരം പഠിക്കാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മതദർശനത്തെ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ, ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇത് അറിയണം, ഇത് മനസ്സിലാക്കണം. ഇതിനകത്തെ നന്മകൾ, അതിനകത്ത് കുറെ തിന്മകളൊക്കെ പിൽക്കാലത്ത് വന്നിട്ടുണ്ടാവാം, ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ ഇത് പഠിക്കണം. ഈ മതബോധം ആളുകളെ പഠിപ്പിക്കണം. സാത്വികമായ ആചാരങ്ങൾ പഠിപ്പിക്കണം. നിങ്ങൾക്കറിയാലോ, ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തെമ്പാടും സ്ഥാപിച്ച തന്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങളിലെല്ലാം ഈ ഒരു മത സങ്കല്പത്തെ നല്ല രീതിയിൽ പകർന്നു കൊടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഒരു സാംസ്കാരികമായ ഔന്നത്യത്തിനും അതിൻ്റെ ഒരു ബലത്തിനും ശക്തമായ അടിത്തറയ്ക്കും ഒരു ശരിയായ മതബോധം നമുക്കുണ്ടാവണം. ഒരു ശരിയായ മതബോധം. ഇപ്പൊ ഗുരു പറയാണ്, 1924 ലോകത്തെ ഒരു സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള സർവമത സമ്മേളനം നടത്തിപ്പെട്ടു. 102 കൊല്ലം മുമ്പ്. ആ സർവമത സമ്മേളനം എവിടെ വെച്ചാണ് നടത്തിയത്? പെരിയാറിന്റെ തീരത്താണ്. ആ സർവമത സമ്മേളന വേദിയിൽ പങ്കെടുക്കുന്നവരുടെ ഗുരു കൊടുത്ത നിർദ്ദേശം, എല്ലാവരും എല്ലാ മതങ്ങളും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണം. ഉണ്ടോ? അങ്ങനെ പറയാൻ ഒരു പ്രവാചകന് വേറെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? എല്ലാവരും എല്ലാ മതങ്ങളും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണം. എന്നിട്ട് ശരിയെടുത്തോ. ഇങ്ങനെ പറയുന്ന ഒരു ഗുരുസങ്കല്പത്തെ ആലോചിച്ച് നോക്കിയേ. ബാക്കി നമുക്കറിയാം, നമ്മൾ കേൾക്കുന്നത് എല്ലാം എന്താണ്? ഞങ്ങളാണ് ശരി, ഞങ്ങൾ മാത്രമാണ് ശരി, ഇതിലൂടെ പോയാൽ മാത്രമേ നിനക്ക് സ്വർഗമുള്ളൂ, രക്ഷയുള്ളൂ എന്ന് പറയുന്നിടത്ത് എല്ലാവരും എല്ലാം പഠിക്കൂ, എന്നിട്ട് ശരിയെടുത്തോ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്തൊരു മഹത്വമാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ഈ മതം അതിലെ എല്ലാ തിന്മകളെയും മാറ്റി സാത്വികമായ ഒരു മത പരിഷ്കാരം വരുത്തണം. അതിനാവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കൊടുത്തു. ഗുരുവിന്റെ ഓരോ ക്ഷേത്ര പ്രതിഷ്ഠകൾ എടുത്താൽ തന്നെ ഈ പറഞ്ഞ തിന്മകളെ ഒഴിവാക്കാനുള്ള, കുളത്തൂർ കോലത്തുകരയിലെ ഭദ്രകാളിക്ക് ചോര വേണമായിരുന്നു. നിങ്ങൾക്കറിയാലോ, കഥയല്ല നിങ്ങൾക്ക് അറിയാലോ.
അവിടെ ചോരയില്ലാണ്ട് പറ്റത്തില്ല. പക്ഷെ ഗുരു പറഞ്ഞു ദേവിക്ക് ചോര കൂടാതെ പറ്റത്തില്ലെങ്കിൽ ദേവിയെ മാറ്റാം. അത്രേ ഉള്ളൂ. ദേവിക്ക് ഇത് കൂടാതെ പറ്റിയെങ്കിൽ നമുക്ക് ദേവിയെ മാറ്റാന്നാ പറഞ്ഞത്, അല്ലേ? അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു സ്വാമി ഇവിടെ കോഴിയെ കൊടുക്കുന്ന ഒരു ആചാരമാണ്, കോഴിയെ കൊടുത്തില്ലെങ്കിൽ സ്വാമി പറയാണ് കോഴിയെ പറ്റണ്ടാന്ന്. പകരം എന്ത് കൊടുക്കും? പകരം എന്തെങ്കിലും കൊടുക്കണമല്ലോ. എന്ത് കൊടുക്കും? കുമ്പളങ്ങ മുറിച്ചാൽ മതി. എന്ത്? ഇപ്പൊ നിങ്ങളുടെ കെട്ടിയോ നിങ്ങളോട് പറഞ്ഞു വൈകിട്ട് വരുമ്പോൾ ചിക്കൻ കറി വെച്ചേക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഗുരുവിനെ അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കുമ്പളങ്ങ ചിക്കൻ പോലെ കറി വെച്ചത് വെക്കാൻ, അത് വിളമ്പി കൊടുത്താലത്തെ അവസ്ഥ എന്നായിരിക്കും വീട്ടില്? പക്ഷെ നമ്മുടെ ദൈവങ്ങൾക്ക് ഒരു പരാതിയില്ല കേട്ടോ. എല്ലാ വർഷവും വൈകിട്ട് ഗുരുതി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. കുമ്പളങ്ങ മുറിച്ച് കുറെ ചുണ്ണാമ്പും നമ്മൾ കലക്കി ചോര പോലെ ഒഴിച്ച് ഗുരുതി നടത്തും. ഏതെങ്കിലും ദേവിയോ ദേവനോ കോപിച്ചടുക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും അമ്പലത്തിൽ അതിന്റെ പേര് ദേവിമാര് പിണങ്ങി പോയിട്ടുണ്ടോ? ഇല്ല. അതാണ് സാത്വികമായ ആചാരങ്ങൾ. അത് മതിയെന്നേ. അപ്പൊ എല്ലാത്തിനും ഗുരു ഇങ്ങനെ നവീകരിച്ചു. അവിടെ ഉണ്ടായിരുന്ന കുറവുകളെ, അതിന്റെ തിന്മകളെ എടുത്തു മാറ്റിയിട്ട് അവിടെ കുറച്ചുകൂടി മികച്ച ആചാരങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഗുരു പോയ എല്ലാ ഇടങ്ങളിലും ഗുരു അങ്ങനെ ഒരു പരിഷ്കാരത്തെ വരുത്തി തീർത്തു. അതാണ്. അതിനെ വേണ്ടാന്ന് പറഞ്ഞില്ല. ഏതാ? നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നല്ല, അതിനേക്കാൾ മികച്ച ഒന്നിനെ വെച്ചുകൊണ്ടാണ് ഗുരു അതിനെ ഇല്ലാതാക്കിയത്. ശരിയോ തെറ്റോ? ഒരു വര ഞാനിവിടെ വരച്ചു. ഈ വരയെ ആ വരയെ തൊടാതെ വലുതാക്കണമെന്ന് അല്ല ചെറുതാക്കണമെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റുക? അതിനേക്കാൾ വലിയൊരെണ്ണം വരച്ചാൽ മാത്രമേ ഇത് ചെറുതാവത്തുള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണ് ഗുരു തന്റെ മാറ്റങ്ങൾക്ക് തുറന്നു കുറിച്ചത് എല്ലായിടങ്ങളിലും. അത് നിത്യജീവിതത്തിലെ ആചാരങ്ങളായിക്കോട്ടെ, എന്തെല്ലാം തരം ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും, എന്തെല്ലാം തരം ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഇതുപോലെ ഇതിനേക്കാൾ വലിയ ഒന്ന് കാണിച്ചുകൊണ്ട് ഗുരു അതിനെ ഇല്ലാതാക്കി, ചെറുതാക്കി കളഞ്ഞു. അങ്ങനെ സാത്വികമായ ഒരു മത സംസ്കാരം ആളുകളെ പഠിപ്പിക്കണം എന്ന് കരുതിക്കൊണ്ട് അത് പാടെ മതം തള്ളിക്കളയൊന്നുമല്ല ഇത്. ആ സ്ഥാനത്തേക്ക് കുറെ കൂടി നല്ല വിശ്വാസങ്ങൾ, നല്ല ആചാരങ്ങൾ, നല്ല പ്രാർത്ഥനകൾ, നല്ല നല്ല ക്ഷേത്രങ്ങൾ, നല്ല തരത്തിലുള്ള വൈദിക ഇങ്ങനെ എന്തെല്ലാം തരത്തിലാണ് ഗുരു വന്നത്. അവിടെ എല്ലാം എവിടെയൊക്കെ കുറവുകളുണ്ടോ ആ കുറവുകളെ എല്ലാം പരിഹരിച്ചു. ഇതാണ് ശങ്കരൻ പരദേശി സ്വാമിയാണ് വൈദിക കർമ്മങ്ങൾക്ക് ശ്രീനാരായണ സമൂഹത്തിൽ ഒരു പുതിയ മാറ്റമിട്ടത്. അപ്പൊ ഗുരുവിന്റെ ശിഷ്യനാണ് ശങ്കരൻ സ്വാമി. നേരെ കാശിയിൽ പോയി വൈദികം പഠിച്ച് ഇവിടെ വന്ന് ഇവിടുത്തെ ശാന്തിക്കാരെ പഠിപ്പിച്ചു. ഒരു ദിവസം ശങ്കരൻ പരദേശി ഇങ്ങനെ ഈ പ്ലാവ്, ഗണപതി ഹോമത്തിന് പ്ലാവിന്റെ വിറക് വേണം, പ്ലാവിന്റെ കാതൽ പെറുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഗുരു ചോദിച്ചു, ശങ്കരൻ എന്താ അന്വേഷിക്കുന്നത്? സ്വാമി പ്ലാവിന്റെ കാതൽ വേണം ഹോമത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഗുരു ചോദിച്ചു പ്ലാവിന്റെ വെള്ള ഭാഗം എടുത്താൽ എന്നെ കുഴപ്പം? ഈ വെള്ള എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായോ? കാതലല്ലാതെ ഈ പുറമേ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അതെടുത്താൽ എന്നെ കുഴപ്പം? അയ്യോ സ്വാമി, ഹോമത്തിന് കാതൽ വേണമെന്നാണ് പ്രമാണം വേണം, എല്ലാത്തിനും ഒരു പ്രമാണം വേണമല്ലോ. അപ്പൊ ഗുരു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പ്രമാണം തരാം. പനസസ്യ ഇന്ധനം ശുക്ലം കലൗ ശ്രേയ പ്രകീർത്തിയത. കലിയുഗത്തിൽ പനസം എന്ന് വെച്ചാൽ എന്താ? പനസം അറിയില്ലേ? പനസി ദശായം പാശി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഒരു പഴയ ഒരു പഴഞ്ചൊല്ലാണ്. പനസം എന്ന് വെച്ചാൽ ചക്ക, പനസി എന്ന് വെച്ചാൽ ചക്കി. ദശം 10, ദശായാം പത്തായത്തിൽ. പാശം കയറ്, പാശി കയറി. പനസി ദശായാം പാശി ചക്കി, പത്തായത്തിൽ കയറി. തോല മഹാകവിയുടെ ഒരു ഉപമയാണ് കേട്ടോ, തോലൻ. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ പ്ലാവ്, ഈ കലിയുഗത്തിൽ പ്ലാവിന്റെ ഇന്ധനം വിറക്, വെള്ള പനസസ്യ ഇന്ധനം ശുക്ലം, ആ വെളുത്ത ഭാഗം. കലൗ, കലികാലത്തിൽ ശ്രേയ, വലിയ ശ്രേയസ്സാണെന്ന് പറയപ്പെടുന്നു. പ്രമാണം കിട്ടിയോ? കലികാലത്തിൽ ഹോമത്തിന് ഏറ്റവും നല്ലത് എന്താണ്? പ്ലാവിന്റെ വെള്ളവരം. ഒരു പ്രമാണം അപ്പം എഴുതി കൊടുത്തു. ശങ്കരൻ പ്രദേശിക്ക് സമാധാനമായി. ഇനി ഹോമത്തിന് ഇനി കുറ്റബോധമില്ലല്ലോ, പ്രമാണം കിട്ടിയില്ലേ? ഇതായിരുന്നു ഗുരുദേവൻ എല്ലാ കാര്യങ്ങളിലും. അപ്പൊ ഗുരുദേവന്റെ ഹോമമന്ത്രം എടുക്കൂ. ഹോമമന്ത്രം ചെയ്യാൻ ഉണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. ആര്യ സമാജത്തിലെ കുറെ സന്യാസിമാര് ശിവഗിരിയിൽ വരുന്നു. അവര് പറയുന്നു സ്വാമി ഞങ്ങൾക്ക് ഹോമം ചെയ്യുന്ന പരിപാടിയുണ്ട്, അതിനുള്ള സ്ഥലമുണ്ടോ? ഇവിടെ ഉണ്ടല്ലോ, വരുമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയി വേണ്ടത്ര ഉപകരണങ്ങളെല്ലാം ഒരുക്കി വെച്ചു കൊടുത്തു. അപ്പൊ അവര് വലിയ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യു മന്ത്രങ്ങൾ. ഗുരുദേവൻ നേരെ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു 4 വരി എഴുതി കയ്യിലേക്ക് കൊടുത്തു. ഇത് ചൊല്ലിക്കൊണ്ട് ഹോമം നടത്താവുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ അവരത് വായിച്ചു. അതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു: ഓം അഗ്നേ തവയത്തേജഃ തദ്ബ്രാഹ്മം അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി
മനോബുദ്ധിരിതി സപ്തജിഹ്വാ ത്വയി വിഷയായിതി സമിധോ ജുഹോമി അഹം ഇത്യാജ്യം ജുഹോമി ത്വം നഹ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയശ്ച സ്വാഹ. വല്ല കുഴപ്പമുണ്ടോ? ഗുരുദേവന്റെ ചോദ്യം. സ്വാമി, ഇതേതോ വേദമന്ത്രമാണല്ലോ. അവർ ചോദ്യം, അല്ല, നാം ഇപ്പൊ അങ്ങ് എഴുതിയേ ഉള്ളൂ. ഗുരുദേവന്റെ അല്ലോ, ഞാൻ ഇപ്പൊ അങ്ങ് എഴുതിയേ ഉള്ളെന്ന്. അവര് പറഞ്ഞ ഇതേതോ വേദ മന്ത്രമാണ്. അതിൽ പറയുന്നുണ്ട് ഈ കത്തിക്കുന്ന സാധനങ്ങളെല്ലാം എന്തിനെയാണ് അടയാളപ്പെടുത്തുന്നത്. വെറുതെ എങ്ങനെ തീക്കകത്തേക്ക് തേങ്ങാക്കൊത്തും കരിമ്പിൻ പൂളും ആ ചമതയും എള്ളും അതും ഇതും എല്ലാം വാരിയിട്ട് കത്തിക്കുമ്പോൾ ഗുരു പറയാണ്, അഹം ഇത്യാജ്യം ജുഹോമി, ഈ ഞാനിനെയാണ് നിനക്ക് സമർപ്പിക്കേണ്ടത്. അഗ്നിക്ക് സമർപ്പിക്കേണ്ടത് എന്നെ ആരെയാണ്? ഈ ഞാനിനെ. ഞാൻ പോയാലേ എന്തുണ്ടാവത്തുള്ളൂ? നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഞാനില്ലേ, ഉണ്ടോ ഇല്ലയോ? പറ, ഉണ്ടോ ഇല്ലയോ? ഇന്നും ചിലപ്പോ പറഞ്ഞു കാണും, ഞാൻ ആരാന്ന് അറിയാവോന്ന്, ഞാൻ ആരാന്ന് അറിയാവോന്ന്. ഈ ഞാനുണ്ടല്ലോ, ആ ഞാനങ്ങ് പോകുമ്പോഴാണ് നീ ഉണ്ടാവത്തുള്ളൂ. ശരിയാണോ? ആനന്ദ ചിന്മയ ഹരേ ഗോപിക രമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. തോന്നുന്നതാകിൽ അഖിലം ഞാൻ, ഇതെന്ന വഴി തോന്നണമേ വരദ. അപ്പൊ ഞാൻ ഇല്ലാതാവണം. ഇവിടെ ഈ ഹോമത്തിലൂടെ ഗുരു പറയാണ്, ഓരോ ഹോമത്തിലും നമ്മൾ ഹോമിക്കേണ്ടത് വിറകും ഈ പറഞ്ഞ ദ്രവ്യങ്ങളും ഒന്നുമല്ല. അതൊക്കെ ഇട്ടോ, പക്ഷെ അത് ഇടുമ്പോൾ അവിടെ എന്താ കൊടുക്കേണ്ടത്? ഞാൻ 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 ഞാൻ. ഈ ഞാനെ സമർപ്പിച്ചു കഴിയുമ്പോൾ എല്ലാം ഈശ്വര എന്നുള്ള ഒരു വിചാരത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വൈദിക കർമ്മങ്ങൾക്ക് എന്താ പറയാ, വൈദിക കർമ്മങ്ങളെ അതിന്റെ ഡോക്ടറേറ്റിന് അപ്പുറത്തേക്ക് ഉള്ള നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു ആര്? ശ്രീനാരായണ ഗുരുദേവൻ. നമ്മുടെ വൈദികന്മാരെ ഏറ്റവും ആധുനികമായ ഒരു വൈദിക സംസ്കാരത്തിലേക്ക് ഉയർത്തിയത് ആരായിരുന്നു? അതാണ് ശങ്കരൻ പരദേശിയെ തൊട്ട് ഗുരുദേവൻ തിരുത്തി. ശങ്കരൻ പരദേശിയാണ് ഈ വൈദിക ഇവിടെ കൊണ്ട് പഠിപ്പിച്ചത്. അവിടെ തൊട്ട് ഗുരുവിന്റെ ഇടപെടലുണ്ടായി, തിരുത്തലുകൾ ഉണ്ടായി. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിലവിലുള്ള വരയ്ക്ക് കുറെ കൂടി വലുതെടുത്ത് വെച്ച് ഗുരുദേവൻ പുതിയതിനെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടേയിരുന്നു. അത് എല്ലാ കർമ്മങ്ങളിലും കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ ഇടപെടലുകളിലും നമ്മൾ ഇന്ന് ചെയ്യുന്ന നിത്യജീവിത അനുഷ്ഠാനങ്ങളിലെല്ലാം അതുണ്ടായി. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിത്യ നൈമിത്തിക കർമ്മങ്ങളിലും എല്ലാം അങ്ങനൊരു മത സംസ്കാരത്തെ. അപ്പം ഗുരു പറഞ്ഞു, മതം പഠിക്കണോ വേണ്ടയോ? പഠിക്കണം. അത് പിള്ളേരെ പഠിപ്പിക്കണ്ടേ? എന്റെ ചോദ്യം ഇതാണ്, അത് പിള്ളേരെ പഠിപ്പിക്കണ്ടേ? അപ്പോൾ ഒരു സാത്വികമായ ഒരു മത സംസ്കാരം ആളുകൾക്ക് വേണം. അപ്പൊ അവരുടെ മനസ്സിൽ പുതിയ ചിന്താഗതികൾ, പുതിയ ആശയങ്ങൾ രൂപപ്പെടും. 2, സദാചാരത്തെ പുലർത്താൻ ആളുകളെ പ്രേരിപ്പിക്കണം. ഈ നല്ലൊരു മതവിശ്വാസിക്ക് മാത്രമേ നല്ല ആചാരങ്ങൾ പുലർത്താൻ സാധിക്കുകയുള്ളൂ. യോജിക്കുന്നുണ്ടോ ഇല്ലയോ? നല്ലൊരു മതവിശ്വാസിക്ക് നല്ല ആചാരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ എൻ്റെ ഈ 3 പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയം വെച്ച് പറയാണ്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് പ്രാർത്ഥിക്കും. അതിനേക്കാൾ പ്രധാനമാണ്, നിങ്ങളെല്ലാം പറയുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ വേണമെന്ന് പറയാറുണ്ടോ? നല്ല ബുദ്ധി, എന്റെ കൊച്ചിന് നല്ല ബുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. കാരണം എന്നാ? അപ്പൊ അതിനെ ചീത്ത ബുദ്ധി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? ബുദ്ധി എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. ഈ നല്ല ബുദ്ധി വേണമെന്ന് പറയാൻ കാരണം എന്നാ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ നല്ല ബുദ്ധി എങ്ങനെ കൊടുക്കും? ദൈവം തമ്പുരാൻ ഇങ്ങനെ തലച്ചോറിനകത്ത് ചില പ്രത്യേകതരം ന്യൂറോണുകളെ ഇറക്കി വിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നല്ല ബുദ്ധി, അല്ല നല്ല സംസ്കാരം, നല്ല സ്വഭാവം അതെവിടുന്ന് കിട്ടും? അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും? പറഞ്ഞേ, അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അത് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം കേട്ടോ. എല്ലാവർക്കും നല്ല സ്വഭാവത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി എന്താണ്? നല്ല ആചാരങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. നല്ല ആചാരങ്ങൾ. നല്ല ആചാരങ്ങളിലൂടെ നല്ല സ്വഭാവത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത്. നല്ല ആചാരങ്ങൾ, മനസ്സിലായോ? പണ്ട് ചെറുപ്പം മുതലേ ചില ആചാരങ്ങൾ നമുക്കുണ്ടായിരുന്നു. രാവിലെ എഴുന്നേക്കുന്നത് ഒരു ആചാരമായിരുന്നു. എഴുന്നേറ്റ ഉടനെ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ മടക്കി വിരിക്കുന്നത് ഒരു ആചാരമായിരുന്നു. ശരിയല്ലേ? അത് കഴിഞ്ഞ് ഭൂമിയെ ഒന്ന് തൊട്ട് നമസ്കരിക്കുന്നതും ഒരു ആചാരത്തിന്റെ ഭാഗമായിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും പ്രദാനം ചെയ്യും. ഉണ്ടോ ഇല്ലയോ? എനിക്കറിയാം, നമ്മുടെയൊക്കെ പിള്ളേര് രാവിലെ ഒരു അവധി ദിവസം വന്നാൽ അവരെപ്പോഴാ സാധാരണ എഴുന്നേക്കുന്നേ? 9 മണി, 10 മണി, 11 മണി, 12 മണി. ഇപ്പൊ എഴുന്നേക്കാൻ പറ്റുന്ന സമയം ഉണ്ടോ ഇപ്പോഴത്തെ ജൻസികൾക്ക്?
അവർക്ക് ഉറങ്ങുന്നതിന് സമയമില്ല. പിന്നെ ഇങ്ങനെ എഴുന്നേക്കാൻ സമയം വരുന്നത് ഉറങ്ങുന്നപ്പോഴാ 1 മണി 2 മണി വരെ പിള്ളേർ ഉറങ്ങാതിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പലരും ഉറങ്ങുന്നത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോഴാണ് എന്നാ ഇനി ഉറങ്ങിയേക്കാം എന്ന് വിചാരിക്കുന്നത്. എല്ലായിടത്തും ഇങ്ങനെയാണ്. തലമുറയുടെ മാറ്റമെന്നാണ് പറയുന്നത്. പക്ഷെ നോക്കൂ, നമ്മുടെ മുസ്ലിങ്ങളുടെ വീടുകളിൽ, ഇവിടെയൊക്കെ നാട്ടിൽ മുസ്ലിങ്ങളുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, അവരുടെ വീട്ടിൽ ചെന്നാൽ 5:30 മണിക്ക് ബാങ്ക് വിളിക്കും. 5:30 മണിക്ക് സുബഹി നിസ്കാരം എന്ന് മറ്റോ അതിന് പറയുന്നത്. അത് നിസ്കരിക്കണം. അപ്പൊ അവൻ എന്നാ ജൻസി ആണെങ്കിലും ശരി, എപ്പോ എഴുന്നേക്കണം? 5 മണിക്ക് മുമ്പ് അവൻ എഴുന്നേക്കണം. എഴുന്നേറ്റ് അവർക്ക് എന്നെ ഉളു എടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കയ്യും കാലും മുഖം എല്ലാം കഴുകി ഒന്ന് വൃത്തിയാവണം. എന്നിട്ട് വേണം പോയി നിസ്കരിക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ അവൻ ഉറങ്ങാതിരിക്കുക എന്ത് വേണം ചെയ്തോട്ടെ. അപ്പൊ നമ്മുടെ മക്കള് അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേക്കുന്നത്. ഇവൻ 5:30 മണിക്ക് എഴുന്നേറ്റ് അവന്റെ പരിപാടി, അവന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. എത്ര ശ്രമിച്ചാലും 3 മണിക്കൂർ മുമ്പേ നടക്കാൻ തുടങ്ങുന്നതിനൊപ്പം ഈ 8 മണിക്കാരൻ എഴുന്നേക്കുവോ? എത്തിച്ചേരൂല. ഉണ്ടോ? ആ ആചാരം അവർക്ക് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അവരുടെ ജീവിത വിജയത്തിന് വേണ്ടിയാണ്. അല്ലാതെ അവരെ ദൈവവിശ്വാസം പഠിപ്പിച്ച് അടിമയാക്കാൻ വേണ്ടിയല്ല. എടാ മോനെ, ഈ സമയത്ത് എഴുന്നേറ്റ് നീ പഠിക്കുക തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഇവരെക്കാൾ വളരെ ദൂരം മുമ്പിലെത്തും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത്തരം ആചാരങ്ങൾ, സദാചാരം, ഗുരു പറയാണ് മതം കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ടത് നല്ല ആചാരങ്ങളാണ്. ആ ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥത്തെ പ്രദാനം ചെയ്യും. ആചാരങ്ങളിലൂടെയാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത്. ഇപ്പൊ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് കേട്ടോ, ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗുരുവിന്റെ വഴിയിലേക്ക് വന്നത്? എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഏതെങ്കിലും സന്യാസിമാരുടെ കൂടെ പോയി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടോ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി താമസിച്ചുകൊണ്ടോ വല്ല ആണോ? എന്റെ ഈ വിവരത്തെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. എന്നാലും ഞാൻ പറയാം. ചരിത്രം മൊത്തം പറയാൻ നേരമില്ല. എങ്ങനെ വന്നു എളുപ്പമെന്ന് പറയാം. എനിക്കൊരു 3-4 വയസ്സുള്ളപ്പം എൻ്റെ ആദ്യത്തെ ഓർമ്മയാണ്, എൻ്റെ വല്ലിച്ചാച്ചൻ എന്നെ ഒരു ദിവസം നിലത്തൊരു പായൊക്കെ ഇട്ട് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പായൊക്കെ ഇട്ടിട്ട് ചമ്മറം പിടിച്ചിരുത്തി. ചമ്മറം എന്നുള്ള വാക്ക് പോലും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല. ചമ്മറം പടിഞ്ഞിരിക്കുക, നിലത്തിരുത്തി. കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറഞ്ഞു. പിടിച്ചിരുന്നിട്ട് കൈ കൂപ്പണം. കൈ കൂപ്പിയപ്പോ ഞാൻ ഇങ്ങനെ കണ്ടാ പിടിച്ചത്. അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, വാഴച്ചുണ്ട് പോലെ ഇരിക്കണം കൈ കൂപ്പുമ്പോ. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഉദാഹരണം കണ്ടോ, വാഴച്ചുണ്ട് പോലെ. ശരി, എന്നിട്ട് ഇനി അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം. അപ്പൊ അറിയാവുന്ന പ്രാർത്ഥന, ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ ഉണ്ട്. പിന്നെ അങ്ങനെ അറിയാവുന്ന അന്നത്തെ കട 2-3 പാട്ടൊക്കെ പാടും. ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ ആചാരം എന്ന് പറയുന്നത് നേരെ വല്യച്ചാച്ചന്റെയും വല്യമ്മച്ചിന്റെയും കാലെ തൊട്ടൊന്ന് തൊഴണം. അവരുടെ കാലെ തൊട്ടൊരു അനുഗ്രഹം മേടിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ഓടി ചെല്ലുന്നു, അവരുടെ കാലെ തുറന്നു, അവരിങ്ങനെ തലേ കൈവയ്ക്കും. കൈ വെച്ചിട്ട് പറയും, എൻ്റെ ഓമനപുത്രൻ മിടുമിടുക്കനാവും, എൻ്റെ ഓമനപുത്രി മിടുമിടുക്കിയാവും, പഠിച്ചു വലിയ ആളാവും. പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ഈ നാമം ചെല്ലാൻ വേണ്ടി ഇരിക്കുന്ന ഈ കാലെ പിടിക്കാൻ വേണ്ടിയാണ്. കാരണം എന്താ? ഇത് കേൾക്കാൻ ഒരു ഇഷ്ടമാണ്. ഏത്? നീ വലിയ ആളാവും, നീ മിടുക്കനാവും, നീ മിടുക്കിയാവും. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. എന്റെ വല്യച്ചാച്ചനല്ലേ പറയുന്നത്, അത് ഫലിക്കും. അത് നമുക്കൊരു ഭയങ്കര എനർജിയാണ്. അപ്പം അങ്ങനെ അന്ന് കിട്ടിയ ഒരു ഭക്തിയുണ്ട്, മനസ്സിൽ അന്ന് മുളച്ചു വന്ന ഒരു ഭക്തി. ആ ഭക്തിയാണ് എന്നെ ഈ വഴിത്താരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കണ്ടോ, ഒരു ചെറിയ വല്യച്ചാച്ചൻ എന്നാ ചെയ്തേ? നിലത്തിരുത്തി നാമം ചൊല്ലിക്കാൻ പഠിപ്പിച്ചു. അതിന് വേണ്ട മോട്ടിവേഷൻ തന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് എന്റെ ജീവിതത്തെ ഉൾപ്പെടെ മാറ്റി. നോക്കൂ, ഇന്ന് അവര് മരിച്ചുപോയിട്ട്, വല്യച്ചാച്ചൻ മരിച്ചുപോയിട്ട് ഒരു 32 വർഷമായി, വല്യമ്മച്ചി മരിച്ചുപോയിട്ട് 26 വർഷങ്ങളായി. എന്നിട്ടും ഇന്നും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ ആ ഫോട്ടോയിൽ നോക്കി ഒന്ന് തൊഴുതിട്ട് പ്രാർത്ഥിച്ചാൽ പോലും ഇന്നും, മനസ്സിലായോ, നമ്മുടെ കൺകണ്ട ദൈവങ്ങളായിട്ട് അവര് മാറി. അതാണ് മാതാപിതാക്കൾ എങ്ങനെയാ ദൈവങ്ങളായി മാറുന്നത്. ഇങ്ങനെയാണ് മക്കളെ. അവരൊരിക്കലും നിങ്ങൾ എന്റെ കാലെ പിടിക്കൂ, എന്നെ തൊഴൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരവരുടെ ഈ കർമ്മത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ വിത്തിട്ട് തന്നു. ആ വിത്ത് അവിടെ കിടന്ന് മുളച്ചു. ഇത് എന്റെ മാത്രം അവസ്ഥയല്ലേ, എന്റെ ഫാമിലിയിലെ എല്ലാവരും അവരെ അങ്ങനെ കരുതുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അങ്ങനെ ഒരു സംസ്കാരം അങ്ങനെ കിട്ടിയതുകൊണ്ട് ആ ഒരു സദാചാരത്തിലൂടെ വളർന്നു വന്നതാണ്. ശരിയല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല വല്യമ്മമാർക്കും മനസ്സിലാഗ്രഹമുണ്ട്, ഇന്ന് എന്നിട്ട് കൊച്ചുമോനോടൊന്ന് പറയണം. അവര് പറഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? എന്റെ പൊന്നു തള്ളെ, നിങ്ങൾ ഏത് കാലത്താ ജീവിക്കുന്നതെന്ന് ചോദിക്കും. ശരിയല്ലേ? നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നതെന്ന് അവർ ചോദിക്കും. കാരണം എന്നാ? തിരിച്ചു ചോദിക്കേണ്ട പ്രായമായി. ഇനി പറഞ്ഞിരുന്നാൽ ഒരു കാര്യമില്ല. അപ്പൊ തിരിച്ചു ചോദിക്കുന്നതിന് മുമ്പ് അത് കൊടുക്കണമായിരുന്നു, അത് പഠിപ്പിക്കണമായിരുന്നു. ചൊട്ടയിലെ ശീലം, അത്രയേ ഉള്ളൂ. പറഞ്ഞു വരുന്നത്, നല്ല ആചാരങ്ങൾ ജീവിതത്തിൽ നല്ല സ്വഭാവത്തെ പ്രദാനം ചെയ്യും.
നല്ല സംസ്കാരത്തെ പ്രദാനം ചെയ്യും. അത് ചെറുപ്പം മുതലേ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കരുത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ മക്കളെ കൂട്ടിക്കൊണ്ട് വരണ്ടേ. ഞാൻ മുമ്പേ ഇവിടെ വാത്സല്യമുള്ള എന്റെ പിഞ്ചു കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോ പിഞ്ചൊന്നും ഇല്ല, എല്ലാം മൂത്ത. എവിടെ പോയി ഇവിടുത്തെ പിഞ്ചൊക്കെ? എവിടെ പോയി? അവരും കൂടെ വരണ്ടേ? അവർ കേൾക്കണ്ടേ ഇതൊക്കെ? അവർ പഠിക്കണ്ടേ ഇതൊക്കെ? അപ്പൊ അവരെ നമ്മൾ ഇതിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ എനിക്കുള്ളതാണ്, ഞങ്ങൾ പോകോളാം. അത് പാടില്ല കേട്ടോ. അപ്പൊ അവരെ വേണം മുമ്പിൽ ഇരുത്തി കൊടുക്കാനായിട്ട്. അവന്മാർ ഇച്ചിരി മസിൽ പിടിക്കും, അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചില തീപ്പൊരി കഷ്ണങ്ങൾ കിടക്കും. അത് ചില സമയത്ത് ഇങ്ങനെ ആളി പിടിക്കും. ഞാൻ UK 2 കൊല്ലം മുമ്പ് UK പോയി. UK ചെന്നപ്പോ അവിടുത്തെ ചെറുപ്പക്കാര്, ഞാൻ ഒരു കാര്യങ്ങൾ നല്ല അഭിമാനത്തോടെ പറയുകയാണെ, അവിടെ യൂറോപ്പിന്റെ ഏതാണ്ട് ഹൃദയഭാഗത്ത് ഇവര് ഒരു പള്ളി വിലക്ക് മേടിച്ച് ഒരു ഗുരുമന്ദിരമാക്കി, ഗുരുദേവ ക്ഷേത്രം പണിത് അവിടെ ആ നാട്ടിലെ ഈ ശ്രീനാരായണീയ കുടുംബങ്ങളെല്ലാം എല്ലാ മാസവും ഒരുമിച്ച് കൂടുന്നു, പ്രാർത്ഥന നടത്തുന്നു, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് UK. ഇനി ഒരു കാര്യം സന്തോഷത്തോടെ പറയാം, അതിൽ ഭൂരിപക്ഷം കോട്ടയംകാരൊക്കെയാണ്. കാരണം ഇവിടെ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഇവിടുത്തെ യൂത്ത് മൂവ്മെന്റും പ്രവർത്തനവും ഒക്കെ അങ്ങനെ ഒരു വഴിക്കോടെ നേരത്തെ തൊട്ട് പോയത് കൊണ്ട് ഈ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ പ്രദേശത്തുള്ളവരാണ് അതിനുവേണ്ടി കൂടുതൽ ഉത്സാഹിക്കുന്നത്. സംഘടനയുടെ ബലം അത്. സംഘടന ഇവിടെ അവർക്ക് ഇവിടുന്ന് അവരാ ഉള്ളിൽ ആരെ കൊടുത്തു വിട്ടു? കറക്റ്റ്. അതാരാ പറഞ്ഞാരാ മോനെ? ഒരു കൈ കൊടുത്തേ, അവന് നല്ല കൈ കൊടുത്തേ, നല്ലൊരു കൈ കൊടുത്തേ. അത് തന്നെ. ഇവിടുന്ന് പോയപ്പം ഗുരുവിനെ കൂടി കൊടുത്താ കാരണവന്മാര് പറഞ്ഞയച്ചത്. അപ്പൊ അവർക്ക് അവിടെ ചെന്നപ്പോ അവർക്ക് ഗുരു ഇല്ലാതെ പറ്റത്തില്ല. പൈസയുണ്ട്, ജോലിയുണ്ട്, പക്ഷെ ഗുരുവും കൂടെ വേണം. അങ്ങനെയാണ് അവര് ഏതാണ്ട് 9 കോടി 10 കോടി കൊണ്ട് മുടക്കിയാണ് ഇത്രയും സ്ഥലം മേടിച്ച് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഈ ഗുരു ഉള്ളിൽ വരണമെങ്കിൽ നമുക്ക് ഇത്തരം ചെറുപ്പം മുതലേ ഇത്തരം ചില സംസ്കാരങ്ങൾ, ആചാരങ്ങൾ ഇതൊക്കെ വേണം. ആ സദാചാരം നമുക്കൊരു പുതിയ ജീവിത പദ്ധതി, ജീവിത നിലവാരത്തെ പ്രദാനം ചെയ്യും. നല്ല ആചാരങ്ങൾ, മതം, സദാചാരം. മൂന്നാമത്തേത്, ഗുരു ആളുകളോട്, ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുടെ മുമ്പിൽ വെച്ചാൽ ഗുരു പറയുന്നത് കേട്ടോ. മൂന്നാമത് ഗുരു പറഞ്ഞത്, ആളുകൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. വിദ്യാഭ്യാസത്തിന്റെ കരുത്തും ശക്തിയും ആളുകളെ മനസ്സിലാക്കി കൊടുക്കണം. നോക്കൂ, ശ്രീനാരായണ ഗുരുദേവന്റെ അടുക്കൽ എത്തിച്ചേർന്ന എല്ലാ ശിഷ്യന്മാരെയും ഗുരു ആദ്യം പഠിപ്പിക്കാൻ വേണ്ടിയാ മുന്നിട്ടിറങ്ങിയത്. ശരിയല്ലേ? മഹാകവി കുമാരനാശാൻ ഗുരുവിന്റെ അടുക്കൽ വരുന്നേ. അന്ന് ആശാന് കുറെ സംസ്കൃതവും അറിയാം, അത്യാവശ്യം കുറെ കവിതകളൊക്കെ, പാട്ടുകളൊക്കെ, കുറെ ഭക്തിഗാനങ്ങളൊക്കെ എഴുതും. അങ്ങനെ വന്ന കുമാരനാശാനെ ഗുരുദേവൻ അരുവിപ്പുറത്ത് നിർത്തി തനിക്കറിയാവുന്ന വേദവും വേദാന്തവും ശാസ്ത്രവും ഒക്കെ പഠിപ്പിച്ച് ഒരു ദിവസം രാവിലെ, എന്നാ പിന്നെ നീ ഇനി അരുവിപ്പുറം മഠത്തിന്റെ മേൽശാന്തിയായിട്ട് ഇവിടെ കൂടിക്കോളൂ എന്നല്ല പറഞ്ഞത്. നേരെ കൂട്ടിക്കൊണ്ട് ഡോക്ടർ പൽപ്പുവിന്റെ ബാംഗ്ലൂരിലെ വീട്ടിൽ കൊണ്ടയാക്കി. എന്നിട്ട് പറഞ്ഞു, ഇവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നിട്ട് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പൽപ്പുവിന്റെ കൂടെ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചു. അവിടെ നിന്ന് ബാംഗ്ലൂരിലും പിന്നെ മദ്രാസിലും ഏറ്റവും ഒടുവിൽ കൽക്കട്ടയിലും വരെ പോയി ഇംഗ്ലീഷും ആംഗലേയ സാഹിത്യവും പഠിച്ച് തിരിച്ചു വന്നപ്പോൾ ഗുരു പറഞ്ഞു, ഇനി എഴുതാം, ശൃംഗാരമൊഴികെ എഴുതാമല്ലോ എന്ന് പറഞ്ഞു. മഹാകവി കുമാരനാശാൻ അങ്ങനെ തുടക്കമിട്ട കവിതാ യാത്ര മലയാളത്തിന് ഒരു പുതിയ അനുഭവമായിരുന്നു. മലയാള സാഹിത്യത്തിൽ ഒരു നവോത്ഥാനം ആശാൻ കൊണ്ടുവന്നത് അങ്ങനെയാണ്. ഒരു നവോത്ഥാനം. മണ്ണിൽ വീണ് കിടക്കുന്ന ഒരു പൂവിന് ഒരു കൃതിയുടെ നായകനാവാം എന്ന് പഠിപ്പിച്ചൊരു കവിതയുണ്ടല്ലോ. ഏതാണ്? ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിടുന്നിതൊരു രാജ്ഞി കണക്കയെ, നീ ശ്രീഭൂവിൽ അസ്ഥിരം അസംശയമിന്നു നിന്റെ ആഭൂതി എങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ, ലാളിച്ചു പെറ്റലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദലമർമരങ്ങൾ. ഒരു പുതിയ കവിത, അതിനകത്ത് വേദാന്തം കയറ്റി വെച്ചു. എങ്ങനെയാ? ശ്രീഭൂവിൽ അസ്ഥിര. വലിയ വേദാന്തത്തെ ഒരു പൂവിനെ നായകനാക്കിക്കൊണ്ട് പഠിപ്പിക്കാൻ കുമാരനാശാന് സാധിച്ചത് ആര് കൊടുത്ത വിദ്യാഭ്യാസം? ശ്രീനാരായണ ഗുരുദേവൻ. റൊമാന്റിസിസം, അങ്ങനെ പുതിയ കാവ്യ സമ്പ്രദായങ്ങൾ മലയാളത്തിലേക്ക് വന്നു. കുമാരനാശാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു കേട്ടോ. പല്ലനയാറ്റിലെ റെഡീമർ ബോട്ടപകടത്തിലാണ് ആര് പോയത്?
കുമാരനാശാൻ പോയത്. അപ്പൊ ആശാന്റെ കവിതകൾ നമുക്ക് പാഠമാവണം. ആശാന്റെ കവിതകൾ നമ്മുടെ പിള്ളേര് പഠിക്കണം. അവരെ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണ്ടേ? നമ്മൾ പണ്ട് പഠിച്ചു നോക്കുന്നില്ലേ? കുമാരനാശാന്റെ ഒരു വരിയെങ്കിലും അറിയത്തില്ലാത്ത ഒരാൾ പോലും ഈ കൂട്ടത്തിലില്ല. കേരളത്തിലും ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾ മുമ്പ് ചൊല്ലിയല്ലോ, സചേതന ചേതനം ഇപ്രപഞ്ചം സർവം വിളക്കുന്ന കെടാവിളക്കെ. ആരെഴുതുക? ആശാന്റെയാ? ചന്തമേറിയ പൂവിലും ആരുടെയാ? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ. ആരുടെയാ? കുമാരനാശാന്റെ. തെറ്റി നീനക്കുണ്ണി. ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടല്ലേ? ചിലരൊക്കെ തല കുലുക്കി നോക്കി. ഒയ്യോ ശരിയാട്ടോ. ആശാന്റെ കൃതികൾ. നല്ല ഹൈമവത ഭൂവിൽ ഏറെയായി കൊല്ലം അങ്ങൊരു വിഭാതവേളയിൽ ഉല്ലസിച്ചു യുവയോഗി ഏകനായി ഉത്ഫുല്ല ബാല രവി പോലെ കാന്തിമാൻ. ഈ ഹിമാലയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദയസൂര്യനെ പോലെ ഒരു യുവയോഗി നിൽക്കുന്നു. നളിനി തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, ഉദയസൂര്യനെ പോലെ. ആ ദിവാകര യോഗിയെ വർണ്ണിക്കുന്നത് ശരിക്കും ശ്രീനാരായണ ഗുരുദേവന്റെ അരുവിപ്പുറത്തെ ആ ദൃശ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആശാൻ ദിവാകരനെ വർണ്ണിക്കുന്നത്. അങ്ങനെ ആശാന്റെ കൃതികൾ പഠിക്കാൻ. ഇനി അങ്ങനെ ആശാനെ കുറിച്ച് പറയുമ്പോൾ ആശാന്റെ ഒരു കൃതി ഒരു പുതിയ കലാരൂപമായിട്ട് പരിവർത്തനം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ ഒരു കൃതിയിലൂടെ ഗുരു തന്ന ഒരു കലാരൂപം. ഇപ്പം ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കലാരൂപം ഏതാണ്? നന്ദഗോവിന്ദം ഭജൻസ്. എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഒരു പുതിയ കലാരൂപമാണ്. പിന്നൊരു കലാരൂപമുണ്ട്, കൈകൊട്ടിക്കളിപ്പാട്ട്. അത് ഞാൻ പറയും കേട്ടോ, എല്ലാ ശാഖയിലെയും പെമ്പിള്ളേരെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം എന്നാ, ഈ മന്തിയും ഈ പറയുന്ന ബിരിയാണി എല്ലാം തിന്നുന്ന കൊഴുപ്പ് തീർക്കാൻ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഏത്? എന്റെ പൊന്നെ, എന്നാ നല്ല ചാട്ടം എന്നറിയോ ചാടുന്നത്. പഠിപ്പിച്ചോ, ഒരു കുഴപ്പമില്ല, പിള്ളേർക്കും അത് ഇഷ്ടമാണ്, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാൻ പറ്റിയ സാധനമാണ്. ഇങ്ങനത്തെ പല പരിപാടിയുണ്ട്. പക്ഷേ ഗുരുവിന്റെ ഉദ്ദേശമുണ്ട്. കൈകൊട്ടിക്കളി കളിച്ചാൽ അത്രയും നേരം നമുക്ക് കാണുന്നവർക്ക് സന്തോഷം, കളിക്കുന്നവർക്ക് ഒരു ആനന്ദം. പ്രത്യേകിച്ച് എന്ത് നേട്ടം എന്ന് വെച്ചാൽ, ഇങ്ങനെ പറഞ്ഞ നേട്ടം ഉണ്ടെന്ന് ചോദിച്ചാൽ വേറെ നേട്ടമൊന്നുമില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, കല എന്ന് പറയുന്നത് സന്തോഷത്തെ തരണം, ആനന്ദത്തെ തരണം. പക്ഷേ കലയ്ക്ക് ഒരറിവും കൂടെ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമായ ഒരു കലയായിത്തീരും. ഏതാ? അറിവും ആനന്ദവും തരുന്ന ഒരു കല ഗുരു തന്നതാണ്. ഏതെന്നറിയാമോ? ഗുരു തന്നതാണ്. ഗുരുദേവന്റെ ഒരു ശിഷ്യനായിരുന്നു സത്യദേവൻ. സത്യദേവനെ വിളിച്ചിട്ട് സ്വാമി പറഞ്ഞു, കുമാരനാശാനെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. കുമാരനാശാനെ കൂട്ടിക്കൊണ്ട് വന്നു. കുമാരു എഴുതിയ ചണ്ടാല ഭിക്ഷുകി എന്ന് പറഞ്ഞ കവിതയില്ലേ, അത് പാട്ടും പ്രസംഗവുമായിട്ട് ഇവൻ എഴുതി കൊടുക്കൂ, ഇവൻ പാടി നടക്കട്ടെ. ഈ സത്യദേവൻ ഇത് രണ്ടും ചെയ്യാൻ അറിയാം, പ്രസംഗവും പറയാൻ അറിയാം, പാട്ടും പാടാൻ അറിയാം. എഴുതി കൊടുക്കുക, അങ്ങനെ ഇവൻ പാടി നടക്കട്ടെ. അങ്ങനെ കുമാരനാശാൻ പിന്നീട് റെഡിമേഡ് ബോട്ടപടത്തിൽ കടന്നുപോയെങ്കിലും പണ്ഡിറ്റ് കെ പി കറുപ്പനെ പോലുള്ള ആളുകളെല്ലാം കൂടെ കൂടി ചേർന്നിരുന്ന ഈ ചണ്ടാല ഭിക്ഷുകി പാട്ടും പ്രസംഗമായിട്ട് എഴുതി വടക്കൻ പറവൂരിലെ ഒരു അമ്പലത്തിൽ 1925 ആദ്യമായിട്ട് മൈക്കിന് മുമ്പിൽ, അന്ന് മൈക്കുണ്ടോ അറിഞ്ഞുകൂടാ, അന്ന് അത് അവതരിപ്പിച്ചു. അന്ന് ജന്മമെടുത്ത കലയുടെ പേരാണ് കഥാപ്രസംഗം. ചണ്ടാല ഭിക്ഷുകി അറിയാവോ? അറിയാം. തൂമ തേടും തൻ പാള. കണ്ടോ? ടോമൽ കയ്യാൽ. നമ്മൾ പണ്ട് അങ്ങനെ പഠിപ്പിച്ചല്ലേ? ടോമൽ കയ്യല്ല, ഓമൽ കയ്യ. കയറു വലിച്ചുടൻ കോമളാങ്കി. എന്താ പറയാ? അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീച നാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ. നോക്കൂ, അവിടെ എന്റെ വല്യമ്മയ്ക്കൊക്കെ ഉണ്ടല്ലോ, പള്ളിക്കുരുത്തി പോയിട്ടില്ല, അധികമൊന്നും പള്ളിക്കുരുത്തി പോയിട്ടില്ല. പക്ഷേ ഒതല്ലോടെ കഥ അറിയാം, മാക്ബത്ത് അറിയാം. എങ്ങനെ പഠിച്ചതാ? ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷ് എവിടുന്ന് കിട്ടിയതാ? സാംബശിവൻ എന്ന് പറഞ്ഞൊരു കാതികനുണ്ടല്ലോ, ഇങ്ങനെ പ്രധാനപ്പെട്ട കഥയായിരുന്നു ഒതല്ലോ, മാക്ബത്ത്, ബെർണാഡ് ഷായുടെ കൃതികള്. ഈ സാംബശിവന്റെ പ്രധാനപ്പെട്ട കഥാപ്രസംഗമാണ്. ഇന്ന് നന്ദഗോവിന്ദങ്കാർ വരുന്ന കേട്ടാൽ ആള് പറയുന്നത് കൂടുതൽ തന്നെ കെടാമംഗലം വരുന്നുണ്ട്, സാംബശിവൻ വെച്ചാൽ ആളുകൾ കൂടുമായിരുന്നു. അവിടെ ഉത്സവ പറമ്പിൽ ഇതൊക്കെ എടുത്തിട്ട് അലക്കും എന്ന് പറഞ്ഞാൽ ഒരേ സമയം അറിവും ആനന്ദവും ചെയ്യുന്ന ഒരു കലയായിരുന്നു കഥാപ്രസംഗം. അതിന്റെ ഉപജ്ഞാതാവ് ശരിക്കും ആരാണ്? ഗുരുദേവനാണ് കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത്, കുമാരനാശാന്റെ കൃതികൾ നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അത് നല്ല ഭാഷയെ പ്രദാനം ചെയ്യും. നല്ല ഭാഷ, നമ്മുടെ വായിൽ അറിയാതെ നല്ല വാക്കുകൾ ഒക്കെ ഉണ്ടാവാൻ ആശാന്റെ കൃതികൾ സഹായിക്കും. അതോടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആശാന് ഗുരു കൊടുത്ത വിദ്യാഭ്യാസമാണ് കുമാരുവിനെ കുമാരൻ ആശാനാക്കി ഉയർത്തിയത്. ശരിയല്ലേ? ഗുരു ഏത് ശിഷ്യന്മാരായിക്കോട്ടെ,
എല്ലാവരിലേക്കും സഹോദരൻ അയ്യപ്പൻ പഠിപ്പിച്ചതാരാ? സഹോദരൻ അയ്യപ്പനെ പഠിപ്പിച്ചതാരാ? ശ്രീനാരായണ ഗുരുദേവനാ അതിന് മുൻകൈ എടുത്തത്. അങ്ങനെ എത്രയോ പേര്. വർക്കലയ്ക്കടുത്ത് ഒരു കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു. കുഞ്ഞിരാമൻ. ഈ കുഞ്ഞിരാമൻ പറയ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. ഗുരുദേവൻ രാത്രി കാലങ്ങളിൽ ഇവരുടെ വീട്ടിൽ ചെല്ലും, ഈ കുടിലിൽ ചെല്ലും. അവിടെയുള്ള പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചിറങ്ങും, അവരെ കൊണ്ട് കുളിപ്പിക്കും. സ്വാമി തന്നെ ഒന്ന് ആലോചിക്കേ, സ്വാമിയുടെ അപാരമായ കാരുണ്യം. ഈ പിള്ളേരെ സ്വാമി തന്നെ കുളിപ്പിക്കും. കുളിപ്പിച്ചിട്ട് തോർത്തി നല്ല വസ്ത്രം ഉടുപ്പിച്ചിട്ട് നേരെ ആശ്രമത്തിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ആദ്യം ആഹാരം കൊടുക്കും. ആ കുഞ്ഞിരാമന്റെ ഒരു വാക്കിൽ പറഞ്ഞാൽ നല്ല മധുരം ഇട്ട പുട്ട്, മധുരപ്പുട്ട്, തേങ്ങയൊക്കെ ഇട്ട പുട്ട്, അത് സ്വാമി തന്നെ ഞങ്ങൾക്ക് വാരി തരുമായിരുന്നു. പാൽക്കാപ്പിയും തരുമായിരുന്നു. നോക്കൂ, ഈ പിള്ളേർക്കൊന്നും അത് സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു ഭക്ഷണ രീതിയായിരുന്നു. എന്നിട്ട് സ്വാമി അവരെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച കുഞ്ഞിരാമൻ പിൽക്കാലത്ത് ആരായെന്നറിയാമോ? തിരുവനന്തപുരത്തിന്റെ മേയറായിട്ട് മാറി. പറയ സമുദായത്തിൽപ്പെട്ട ഒരാളെ തിരുവനന്തപുരത്തിന്റെ മേയറാക്കി മാറ്റി. ആര്? ഗുരുവിന്റെ വിദ്യാഭ്യാസം. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസത്തെ കൊടുക്കണം. ആ വിദ്യാഭ്യാസം കൊടുത്ത് പിള്ളേരെ വളർത്തുന്നതിനെ കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കണം എന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ. മതം, സദാചാരം, വിദ്യാഭ്യാസം. നാലാമത്തേത് ആളുകൾക്ക് സാമ്പത്തിക വളർച്ചയും ഇതോടൊപ്പം തന്നെ വേണം. സാമ്പത്തികം ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല വഴി വ്യവസായം തന്നെയാണ്. വ്യവസായം ചെയ്യാൻ പഠിപ്പിക്കൂ. ആളുകളോട് ഗുരു ഇവരോട് ആളുകളെ കച്ചവടം ചെയ്യുന്നതിലേക്ക് തിരിച്ചുവിടണമെന്ന്. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ അതും ഇതും ചെയ്ത് നടക്കാതെ കച്ചവടം ചെയ്യാൻ പഠിപ്പിച്ചു വിടണം. ഇപ്പം ഇവിടെ അടുത്തല്ലേ ലുലുമോള്, ഞാനിങ്ങ് വരുമ്പോ കണ്ടു, ലുലുമോള് കണ്ടു. ഈ MA യൂസുഫ് അലിക്ക് ഈ പൈസ ഉണ്ടായത് അള്ളാഹു സ്വർഗത്തിൽ നിങ്ങൾ നോട്ട് എടുത്തു കൊടുത്തുകൊണ്ടാണോ? ആണോ? അല്ല. അങ്ങനെ ചെയ്ത വ്യവസായം, അങ്ങേറെ കച്ചവടം ആണ്. ശരിയല്ലേ? ആരാണോ വ്യവസായം ബോധപൂർവം നല്ല രീതിയിൽ ചെയ്തത് അവരൊക്കെ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയെ പ്രാപിച്ചു. കുമാരനാശാനെ പോലും ഓട് കമ്പനി തുടങ്ങി വ്യവസായിയാക്കി മാറ്റി ശ്രീനാരായണ. ഇങ്ങനെ എത്രയോ പേരെ. അപ്പൊ വ്യവസായം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കണം. അവർക്കതിനുള്ള വഴികൾ കണ്ടെത്തി കൊടുക്കണം. അതിനുള്ള ഒരുപാട് തരം മാർഗങ്ങൾ ഗുരു ഉപദേശിച്ചു. ഡോക്ടർ പൽപ്പു ഏതാണ്ട് 100 തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്ന ഒരു കാറ്റലോഗ് തയ്യാറാക്കി. 100 തരം തൊഴിലുകൾ, വ്യവസായങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് തയ്യാറാക്കി സമുദായത്തിന് വേണ്ടി കൊടുത്തു. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ പണി ചെയ്ത് ഒരു വ്യവസായം ചെയ്ത് ചെറിയൊരു കച്ചവടം ചെയ്ത് വളരണം, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ. നോക്കൂ, ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സമൂഹം ആയിക്കോട്ടെ, നന്നാവാൻ 4 തരത്തിലുള്ള അടിത്തറ വേണം. 4 തരം പില്ലറുകൾ എന്ന് വേണം പറയാം, 4 തൂണുകൾ. അതിലൊന്ന്, ആദ്യത്തേത് ആത്മീയമായ ഒരു കരുത്താണ്. ആത്മീയമായ ഒരു കരുത്ത്. ഉയരാൻ വളരാൻ വേണ്ട ഓരോരുത്തർക്കും അതുണ്ടാവണം, ആത്മീയമായ ഒരു കരുത്ത്. അതിനാണ് ഗുരു ആദ്യം മതം എന്ന വിഷയത്തെ കൊടുത്തത്. 2, സാംസ്കാരികമായ ഒരു കരുത്ത്. അതിനാണ് സദാചാരത്തെ പ്രഖ്യാപനം ചെയ്തത്. അപ്പം ആദ്യം വേണ്ടത് ആത്മീയമായ കരുത്ത്, രണ്ടാമത്തത് സദാചാരത്തിലൂടെ സാംസ്കാരികമായ ഒരു കരുത്ത്, 3 വിദ്യാഭ്യാസപരമായ ഒരു കരുത്ത്, അറിവിന്റെ കരുത്ത്, 4 സാമ്പത്തികമായ ഒരു കരുത്ത്. ഇത് 4ഉം ഉള്ള ഒരാള് തോറ്റുപോകുമോ ജീവിതത്തിൽ? പറയും. ഇത് 4ഉം ഉള്ള ഒരു വ്യക്തിയെ പരാജയപ്പെടുത്താൻ പറ്റുമോ? പറ്റത്തില്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സമൂഹം നാടിന്റെ നാനാഭാഗത്തും ഇറങ്ങിച്ചെന്ന് നാട്ടുകാരെ ബോധവൽക്കരിച്ചപ്പോൾ ആധുനിക കേരളം ജന്മമെടുത്തു. ആ ആധുനിക കേരളമാണ് ലോകത്തിന് മാതൃകയാകുന്ന ഈ സംസ്കാരത്തെ പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് അമർത്യാസൻ പറഞ്ഞത്, ഇതാളുകൾ കണ്ടുപഠിച്ചോ, കോപ്പി അടിച്ചോ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മളെങ്ങനെ നമ്മളായെന്ന്. മറന്നുപോയിനി. നമ്മൾ ഓർക്കുക, നമ്മളെങ്ങനെ നമ്മളായത്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും എന്റെ വീട്ടിൽ കുറവുണ്ടോ? എന്റെ വീട്ടിൽ ഇതിൽ എനിക്ക് ഏതെങ്കിലും കൂടുതലായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ടോ? എന്റെ മക്കൾക്ക് ഞാൻ ഇതിൽ ഏതെങ്കിലും എടുത്ത് കൊടുക്കേണ്ടതുണ്ടോ? സ്വയം ചോദിക്കൂ. എന്നിട്ട് ആ കുറവിനെ പരിഹരിക്കാൻ വേണ്ട വഴികൾ ആലോചിക്കുക. അത് ഫലപ്രദമായിട്ട് കൊടുത്താൽ നാളെ ഒരാളും വഴിതെറ്റിപ്പോവില്ല. ഒരാളും
ജീവിതത്തിൽ തോറ്റുപോയെന്ന് പറയരുത്. മുമ്പ് പറഞ്ഞ പോലെ തോറ്റുപോയി എന്ന് പറഞ്ഞ് എന്നേക്കുമായിട്ട് ജീവിതത്തെ ഇട്ടു പോകത്തില്ല. ജീവിതത്തിൽ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ 4 അടിസ്ഥാന ശിലകൾ ജീവിതത്തിന്റെ ആധാരശിലകളാക്കി ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പ്രദാനം ചെയ്തത്. അത് പഠിക്കേണ്ട പോലെ പഠിക്കാനും ഒപ്പം ഇതെല്ലാം തന്ന പരമകാരുണ്യവാനായ ഗുരുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ആ കാരുണ്യവാനായ ഗുരുവിനെ അറിയേണ്ടതുപോലെ അറിയുവാനും നമുക്ക് സാധിക്കണം. ഗുരുവിന്റെ ക്ഷേത്രം മനോഹരമായിട്ട് സ്ഥാപിച്ച് അതിൽ വിധിപ്രകാരം പൂജകൾ ചെയ്ത് ആരാധന നടത്തുന്ന ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആരാധനയും പൂജയും ഒരു ഭാഗത്ത് അതിന്റെ ഒരു 10% പോലും ആകുന്നില്ല. അതിനപ്പുറത്ത് ഗുരുവിന്റെ കൃതികളിലൂടെ അതിന്റെ സത്തയെ അറിഞ്ഞ് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. ഗുരുവിന്റെ കൃതികളെ, അതിന്റെ ആഴങ്ങളെ, അതിന്റെ വ്യാഖ്യാനങ്ങളെ, അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചത്തെ പ്രദാനം ചെയ്യും എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ആലോചിക്കുന്ന പഠിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറണം. ഗുരുവിനെ കൂടുതൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു സമൂഹമായിട്ട് കൂടി നമുക്ക് വളരേണ്ടതുണ്ട്. അത് പഠിക്കാൻ സാധിക്കണം. സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കൽ ഗുരുവിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് ഒരു ശേഖരൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ വരുവാണ്. ഈ ശേഖരൻ ഗുരുവിനെ കണ്ടു. സ്വാമി ഇങ്ങനെ ഒരു മാവിന്റെ ചവിട്ടി ഇരിക്കുവാണ്. അപ്പം എന്നാ ശേഖര പ്രത്യേകിച്ച് വന്നത്? സ്വാമി ഒരു ഫോട്ടോ എടുക്കണം. അപ്പം ഗുരു പതിയെ ചോദിക്കുവാണ്, എന്തിനാണോ പറഞ്ഞത്? സ്വാമി അങ്ങയുടെ ഒരു പ്രതിമ തലശ്ശേരിയിൽ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ പ്രതിമയ്ക്ക് നിർമ്മിക്കുന്നത് ഇറ്റലിക്കാരനായ ഒരു ടവർലി എന്ന് പറഞ്ഞ ഒരു സായിപ്പാണ്. ടവർലിക്ക് ഗുരുവിനെ കണ്ട പരിചയമില്ലാത്തതുകൊണ്ട് ഒരു ഫോട്ടോ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നത്. എന്തായാലും വേണ്ടില്ല, ഗുരു വളരെ ഗുരുവിന്റെ എല്ലാ കാര്യത്തിലും ഒരു ഇടപെടൽ നോക്കുകയാണെ. ഗുരു ചോദിക്കണം, ശേഖര ഈ മാവിന്റെ കൊമ്പെ കിടക്കുന്ന മാങ്ങ കാണാൻ പറ്റുന്നുണ്ടോ ശേഖരന്? അതുകൊണ്ട് സ്വാമി കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ പടം എടുക്കാൻ പറ്റുമോ ഈ ക്യാമറ കൊണ്ട്? ചുമ്മാ ചോദ്യമാണ്. പൂവല്ല സ്വാമി, അതിനെന്നാ പ്രയാസം? മാവെ നോക്കി മാങ്ങയെ നോക്കി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ കിട്ടുമല്ലോ. ശേഖര, മാമ്പഴത്തിന്റെ പുറമേയുള്ള പടമല്ല വേണ്ടത്, അതിന്റെ രസപ്പടം എടുക്കാൻ പറ്റുമോ ഈ ക്യാമറയ്ക്ക്? മാമ്പഴത്തിന്റെ രസപ്പടം, അല്ലെങ്കിൽ വേണ്ട ഈ ഫോട്ടോയെ നോക്കിയാൽ മധുരം കിട്ടുമോന്ന്? ഈ ഫോട്ടോ കണ്ടാൽ മാമ്പഴത്തിന്റെ മധുരം നാവിൽ കിട്ടുമോ എന്നാണ് ചോദ്യം. കിട്ടുമോ? കിട്ടുകയില്ല. ഗുരു അതിനപ്പുറത്തേക്ക് ഒന്നും സംസാരിച്ചില്ല. ശരി, ഒരു വശം ചെരിഞ്ഞിരിക്കുന്ന പടമല്ലേ വേണ്ടത്? അത് ശേഖരൻ കണ്ണൂരിൽ നിന്ന് മനസ്സിലോർത്ത കാര്യമാണ്. കാരണം ഗുരുവിനെ പിടിച്ചിരുത്താൻ പറ്റിയല്ലോ. ഒരു വശത്തിന്റെ പടം വേണമെന്നാലും ഗുരു അങ്ങനെ തന്നെ ഇരുന്ന് കൊടുത്തു. ആ ഫോട്ടോ ഇപ്പോഴും ചില പഴയ വീടുകളിലൊക്കെ കാണാനുണ്ട്. ഫോട്ടോ എടുത്ത് കടന്നുപോയി. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, മാമ്പഴത്തെ കുറിച്ച് അറിയേണ്ടവൻ മാമ്പഴത്തിന്റെ പടം നോക്കിയിരുന്നാൽ മധുരം കിട്ടുമോ? കിട്ടത്തില്ല. മാമ്പഴത്തിന്റെ പുളിയും മധുരവും അറിയണമെങ്കിൽ മാമ്പഴം എന്ത് ചെയ്യണം? മാമ്പഴം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ഗുരുവിനെ അറിയേണ്ടവൻ എന്ത് ചെയ്യണം? ഗുരുവിനെ കഴിക്കണം. ഗുരുവിനെ ഉള്ളിലേക്ക് എടുക്കണം, അറിയണം. ഗുരുവിനെ അറിയണം. ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, നാം ശരീരമല്ല. ഇതിപ്പോ ശരീരത്തിന്റെ പ്രതിമയാണ്. ശരീരത്തിന്റെ പ്രതിമ അവിടെ പൂക്കളിട്ടോ അർച്ചിച്ചോ. ഓം ഹംസാഭ്യാം പരിവൃത്ത പത്രകമലേ ദിവ്യ ജഗത് കാരണം വിശ്വോത്കീർണം അനേക ദേഹനിലയം സ്വച്ഛന്തം ആനന്ദകം ആദ്യന്തൈകം അഖണ്ഡ ചിത് ഘനരസം പൂർണ്ണം ഹ്യനന്തം ശുഭം പ്രത്യക്ഷാക്ഷര വിഗ്രഹം ഗുരുപദം ധ്യായേത് വിഭും ശാശ്വതം ചെയ്ത് ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ മനുഷ്യ വിഗ്രഹായ നമഃ മനുഷ്യ വിഗ്രഹായ നമഃ അർച്ചിച്ചോന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗുരു പറയുന്നു, നാം ശരീരമല്ല, അറിവാകുന്നു. അപ്പൊ അറിവിനെ ഉപാസിക്കണം. അറിവിനെ, ആ അറിവാണ് എല്ലാം. അറിവിനെ ഉപാസിക്കണമെങ്കിൽ ഇപ്പം ഇത് വിഗ്രഹമാണ്, വിഗ്രഹത്തെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അറിവിനെ ആരാധിക്കണമെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ പോരാ. എങ്ങോട്ട് നോക്കണം? അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തുപുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചും അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. അന്വേഷിക്കണം, പഠിക്കണം. അന്വേഷിക്കുമ്പോഴേ നമുക്ക് ഗുരുവിനെ ആ അറിവിനെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഗുരുവിനെ അറിയുക. അറിയാൻ ചൊല്ലിയാൽ മാത്രം മതിയോ? പോരാ. അത് നന്നായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കണം. അതിന്റെയൊക്കെ സമയമായി കേട്ടോ. ഗുരുദേവന്റെ കൃതികളുടെ ഒക്കെ അർത്ഥതലങ്ങളെ അറിഞ്ഞുപാസിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പഠന കേന്ദ്രത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ ഞാൻ കേൾക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. അപ്പൊ അതിലൊക്കെ പോയി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കണം.
ഇനി പൊതുവിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഗുരുവിന്റെ കൃതികളുടെ പൊതുവായ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, ഗുരു എഴുതിയ കൃതികളെല്ലാം തന്നെ ഒരു കൃതി എഴുതാൻ വേണ്ടി ഇരുന്ന് എഴുതല്ല, ഒരു പാട്ടിരുന്നങ്ങ് എഴുതിയേക്കാന്ന് കരുതി വിചാരിച്ച് എഴുതല്ല. അതിനപ്പുറത്ത് ഗുരുവിന്റെ അനുഭവങ്ങളാണ് ഗുരുവിന്റെ കൃതികൾ. ഗുരുവിന്റെ സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരത്തിന്റെ നിറവിലാണ് ഗുരു എഴുതിയേക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ എന്നാ ഒരു പാട്ടുണ്ടാക്കിയാലോ എന്നാലോചിച്ചൊരു പാട്ടിരുന്നങ്ങ് എഴുതുവല്ല ചെയ്തേക്കുന്നത്. ആലോചിച്ചൊരു പാട്ട്. അപ്പൊ എന്റെ നാട്ടിലൊരു പ്രാർത്ഥനാ പുസ്തകം ഉണ്ടായേ, ഗുരുദേവനെ കുറിച്ചുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളാണ്. അപ്പം ഞാൻ നോക്കിയപ്പോ അതിനകത്ത് ഇന്നേ വരെ കേൾക്കാത്ത കുറെ പ്രാർത്ഥനയൊക്കെ ഗുരുദേവനെ കുറിച്ച് എഴുതിയേക്കുന്നു. അപ്പൊ ഞാനിത് ഇറക്കിയ സംഘാടകരോട് ചോദിച്ചു, അല്ല ഇത് എവിടുന്ന് കിട്ടി, ഈ പുതിയ പാട്ടൊക്കെ എവിടുന്ന് കിട്ടി? അപ്പം അതിന്റെ യഥാർത്ഥ ചുമതല വഹിക്കുന്ന വനിതാ സംഘത്തിന്റെ നേതാവിനോട് പറഞ്ഞതാണ്, അതേ ഈ പുസ്തകം അടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പം എന്റെ ചേട്ടൻ ഇങ്ങനെ പനിയും പിടിച്ച് വീട്ടിൽ കിടക്കുമായിരുന്നു. ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ ഞങ്ങൾ പ്രാർത്ഥനാ പുസ്തകം അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്നാ കാണിച്ചു, ഒരു 5-6 പാട്ടൊക്കെ എഴുതിയെന്ന്. അങ്ങനെ ചേട്ടൻ പനി പിടിച്ചപ്പോൾ എഴുതിയ പാട്ടാണ് ഈ പുതിയ പാട്ടെന്ന് പറയുന്നത്. വല്ലോരുടെയും ചേട്ടന്മാർ പനി പിടിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പാട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ആണോ? അല്ല. അതൊക്കെ വെച്ചു ഒരുതരം എന്നാ പറയുക, അഭ്യാസങ്ങൾ, തന്ത്രങ്ങൾ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുള്ള ചില കളികൾ എന്നുള്ളതേ ഉള്ളൂ. ഗുരു എഴുതിയെല്ലാം ഗുരുവിന്റെ സാക്ഷാത്കാരങ്ങളാണ്. ഗുരു അനുഭവിച്ച് അറിഞ്ഞ് അതിനെ എന്താ പറയാ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ പ്രാർത്ഥനയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അപ്പം അങ്ങനെ എഴുതിയ പ്രാർത്ഥനകളെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കണ്ടിട്ട് നമ്മളിപ്പോ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ കണ്ടവർ പറയണോ കേട്ടവർ പറയണോ? കണ്ടവരുടെ വാക്ക് വിശ്വസിക്കണോ കേട്ടവരുടെ വാക്ക് വിശ്വസിക്കണോ? ആരെ വിശ്വസിക്കണം? കണ്ടവരെയാണ്. ഇപ്പം ശ്രീകൃഷ്ണനെ ഗുരു കണ്ടിട്ടാണ് ഏതെഴുതിയത്. വാരണപ്പള്ളി പഠിക്കുമ്പോൾ ഗുരു കണ്ടു. കൂമ്പിളി രാമൻപിള്ളി ആശാന്റെ കളരി ഇരിക്കുമ്പോഴാണല്ലോ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഗുരു കൃഷ്ണൻ എങ്ങനെയിരിക്കും, കൃഷ്ണൻ എങ്ങനെയിരിക്കും? ഇന്നലെയോളം എന്തെന്നറിയില്ല ഇനി. അങ്ങനെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത്? ഗുരു പറയുന്നു അതങ്ങനെയൊന്നുമല്ല. ഗുരു പറയുന്നു, ഭൂയോ വൃത്തി നിവൃത്തയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാ മൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. കൃഷ്ണൻ എങ്ങനെയിരിക്കും? ഇങ്ങനെയിരിക്കും. ശ്രീകൃഷ്ണ ദർശനം, അതിന്റെ പേര് തന്നെ എങ്ങനെയാണ്? ഇങ്ങനെയിരിക്കും. പക്ഷെ നമുക്കിഷ്ടം എന്താണ്? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. എന്നാ ഈണമെന്നറിയാവോ, എന്നാ രസമെന്നറിയാവോ? നിങ്ങൾ ചൊല്ലിക്കാതെ പൂന്താനം നമ്പൂതിരിയുടെ ഭക്തിപ്പാട്ട്, അതൊരു ഭക്തിപ്പാട്ടാണ്. ഇതങ്ങനെയല്ല, ഇത് അനുഭവസ്ഥന്റെ വാക്കുകളാണ്. അപ്പൊ ഈ രാമൻ പിള്ളയാശാൻ ചോദിക്കുന്നുണ്ട്, മോനെ അത് ഇത് ആർക്കെ ഇത് വായിച്ച കൃഷ്ണന്റെ ഞാൻ തോന്നുവോ? ഇല്ല. കൗസ്തുഭമണി എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ തോന്നുമെങ്കിലും അതിനകത്ത് വേറെ വലിയ ഇതൊന്നുമില്ല. കൃഷ്ണനെ കുറിച്ച് നമുക്കറിയാവുന്നത്, നിരന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമുടു കെട്ടി കരിമുകിയിലൊത്ത ചികുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും. ഓർക്കുന്നില്ലേ? കുനുകുന ചിന്നും കുറുനിരാതന്മേൽ നനു നനപ്പൊടി. അങ്ങനത്തെ വാങ്മയ ചിത്രങ്ങളൊക്കെ നമുക്കറിയത്തുള്ളൂ. ഇതങ്ങനെയല്ല. അപ്പൊ ആശാൻ പറഞ്ഞു, ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ലല്ലോ, എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തരാമോ? നീ കണ്ട കൃഷ്ണനെ എല്ലാവർക്കും വേണ്ടി ഒന്ന് മനസ്സിലാക്കാതെ തരാമോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ ഭാഷയിലും കൂടെ പറഞ്ഞു തന്നു. എന്ത്? ശ്രീവാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദഗീ ഭയ നിവാരണ ചക്രപാണേ ശ്രീവത്സ വത്സ സകലാമയ മൂലനാശിൻ ശ്രീഭൂപദേ ഹരഹരേ. ഗോവിന്ദ ഗോപസുത ഗോ ഗണപാലലോല ഗോപീ ജനാംഗ കമനീയ നിജാംഗ സംഘ ഗോദേവി വല്ലഭ മഹേശ്വര മുഖ്യവന്ത്യ ശ്രീഭൂപദേ ഹരഹരേ. അപ്പൊ ഉടനെ രാമൻ പിള്ളി ആശാൻ പറഞ്ഞു, ആശാനത് ഗുരു ഇങ്ങനെ ആ അനുഭവത്തിൽ അങ്ങ് പാടുകയാണ്. ആശാന എഴുതുക കേട്ടോ, ആശാന എഴുതുക. പുസ്തകത്തിൽ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇനി വരുന്നവരെല്ലാം പഠിച്ചോണം. ഇത് ശ്രീ മഹാഭാഗവതത്തിന്റെ സംഗ്രഹമാണ്. ഏത്? ഈ ശ്രീകൃഷ്ണ ദർശനവും വാസുദേവ അഷ്ടകവും വായിച്ചാൽ ഏത് വായിക്കുന്നു? ഭാഗവതത്തിന്റെ. ഭാഗവതം വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായന കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എവിടെയാ? ഭാഗവത സപ്താഹ യജ്ഞം പോയില്ലായിരുന്നോ?
മൊത്തം കേൾക്കാൻ പറ്റില്ല, കാരണം ഉച്ചക്കല്ലേ കയറി ചെന്നേ, പിന്നെ എങ്ങനെ കേൾക്കാനായിട്ടാ? കണ്ടോ, നമുക്ക് വേണ്ടത് അപ്പോഴല്ലേ ഉള്ളൂ. ചുമ്മാ ഈ വളവളാന്ന് വായന ആർക്ക് വേണം? കേൾക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പൊ ഇത് ഇനി വായിച്ചു തീർത്തിലേക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ സംഗ്രഹം സത്തയുണ്ട് ഈ 32 വരിയിൽ. ആരാ പറഞ്ഞേ? പഠിപ്പിക്കുന്ന സാറാണ് സർട്ടിഫൈ ചെയ്തത്. കുമ്മൻപിള്ള രാമൻപിള്ള ആശാൻ, കുമ്മൻപള്ളിയിൽ രാമൻപിള്ള ആശാൻ. സാക്ഷാത്കാരമാണ്. ശിവനെ കണ്ടാൽ എങ്ങനെയിരിക്കും? ഗുരു കണ്ടാൽ എങ്ങനെയിരിക്കും? ഗുരുദേവൻ ശിവനെ കണ്ടപ്പോ എങ്ങനെയിരുന്നു? സാധാരണക്കാരൊക്കെ കണ്ടപ്പോ നരനായി ഇങ്ങനെ ജനിച്ച ഭൂമിയിൽ നരകവാരുതി നടുവിൽ ഞാൻ നരകത്തിൽ തന്നെ കരകയറ്റിട്ടാണെന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കും സാധാരണക്കാരൻ, അത്രേ വരുള്ളൂ. പക്ഷെ ഗുരു കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഒരു കോടി ദിവാകരൊത്തുയരും പടി പാരൊടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്നു വിളങ്ങിടണം. അല്ലേ ചൊല്ലാറുണ്ടോ? ചിജ്ജട ചിന്തനം. അങ്ങനെ ഇരിക്കും. 1 കോടി സൂര്യന്മാരുടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒരു സൂര്യന്റെ വെളിച്ചം താങ്ങാനെ പറ്റുമോ ഈ കണ്ണിന്? അപ്പോ ഗുരുവിന്റെ മുമ്പിൽ വന്ന ശിവൻ എങ്ങനെ ഇരുന്ന് കാണും? 1 കോടി സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടി എന്ന് പറയുമ്പോൾ അതെന്തൊരു സങ്കല്പമാണെന്ന് ആലോചിച്ചേ. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ സാധാരണക്കാരന്? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ നമുക്കിഷ്ടം എന്താണ്? പാമ്പിനെയൊക്കെ പിടിച്ച്, പാർവതീനെ കെട്ടിപ്പിടിച്ച്, പുലിത്തോലൊക്കെ പുതച്ച്, ആനത്തോൽ ഉടുത്ത്, അങ്ങനെയൊക്കെ അതേ നമുക്കറിയത്തുള്ളൂ. സാധാരണക്കാരൻ അത്രേ അറിയത്തുള്ളൂ. പക്ഷെ നേരിട്ട് കണ്ട ഗുരു പറയാണ്, ഇങ്ങനെയാണ്. പുതുമാങ്കനി പുത്തമൃതേ ഗുളമേ മധുവേ മധുരക്കനിയേ രസമേ. നോക്കൂ, ഇങ്ങനെ ഓരോ ദേവതയെക്കുറിച്ചും ഗുരു എഴുതിയത് ഇങ്ങനെയാണ്. ഗുരു കണ്ട ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയത്. സുബ്രഹ്മണ്യനെ കണ്ടപ്പോൾ ഗുരു, ഇത് ഈ കൃതി മാത്രമല്ല കേട്ടോ, ഗുരുവിന്റെ എല്ലാ കൃതികളും അങ്ങനെയാണ്. ഇപ്പം ശിവനെ കുറിച്ച് എഴുതിയേക്കുന്ന അഴകൊടു ഭാരത യുദ്ധമദ്രിയിന്മേൽ മുഴുചെവിയൻ മുറിക്കൊമ്പു കൊണ്ടു മുന്നം എഴുതി നിറച്ചെളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി. അല്ലാതെ സുബ്രഹ്മണ്യനെ കണ്ടപ്പോ എന്നാ പറഞ്ഞത്? സുബ്രഹ്മണ്യനെ കണ്ടത് ഇവിടെ ഏതാ കൊടിതൂക്കുമലയുടെ മുകളിൽ വെച്ച്, കൊടിതൂക്കുമലയുടെ മുകളിൽ. അതുകൊണ്ട് അവിടെ ഇന്നൊരു സുബ്രഹ്മണ്യന്റെ അമ്പലം അവിടെ പോയർന്നു. ഈ അടുത്ത കാലത്ത് തന്നെ അരുവിപ്പുറത്ത് പോയർന്നോ? അങ്ങ് പോണട്ടോ. അവിടെ ആ ഗുരുവിന് സുബ്രഹ്മണ്യ ദർശനം കിട്ടിയ സ്ഥലം നമുക്ക് കാണാം. ഭൈരവൻ ശാന്തി അതിന് ദൃക്സാക്ഷിയാണ്. ഭൈരവൻ ശാന്തി ഒരു ദിവസം നോക്കിയപ്പം ഗുരു കട്ടിലേ കാണുന്നില്ല. പാതിരാത്രിക്ക് ഈ സ്വാമി എവിടെ പോകുന്നതാണ്. ഒരു ദിവസം സ്വാമിയുടെ ഈ കള്ളത്തരം പിടിക്കണമെന്ന് കരുതിക്കൊണ്ട് കുറെ സ്വാമി പോയി പയ്യെ പമ്മി പതുങ്ങി പുറകെ പോയി. അപ്പൊ ഗുരു ഇങ്ങനെ മുമ്പേ നടക്കുകയാണ്. ഗുരു ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. ഭൈരവൻ പുറകെയുണ്ട്. എന്തായാലും ആ പാറയുടെ മുകളിൽ എത്തി ഇങ്ങനെ കണ്ണടച്ചൊക്കെ ധ്യാനത്തിലിരിക്കുന്നു ഗുരുദേവൻ. ഭൈരവൻ കുറച്ച് മറഞ്ഞു മാറി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇന്ന് എന്നെ സംഭവിക്കുന്നത് അറിയണമല്ലോ. ഇത്തിരി കഴിഞ്ഞപ്പോ അവിടെ അപാരമായ ഒരു വെളിച്ചം. പാതിരാത്രി സമയമാണേ. ആ വെളിച്ചത്തിൽ ഒരു മൈലിന്റെ പുറത്ത് ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ വരികയാണ്. ആ കൊച്ചുകുട്ടി ഗുരുവിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുന്നു. കുറെ നേരം എന്തൊക്കെയോ സംസാരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ കുട്ടി അപ്രത്യക്ഷനാവുന്നു. ഗുരു പതിയെ ആ ധ്യാനത്തിൽ നിന്ന് ഉണരുന്നു. ഭൈരവൻ ഇങ്ങനെ പൂക്കുല പോലെ പറിച്ച് പുറകെ മാറി നിൽപ്പുണ്ട്. ഗുരു എഴുന്നേറ്റൊരു ചോദ്യം, ഭൈരവ വല്ല കണ്ടായിരുന്നോ? ആരെയാ ഈ പരീക്ഷിക്കുന്നത്? കണ്ടു സ്വാമി. ഗുരുവിന്റെ വാക്ക് ആരോടും പറയണ്ട കേട്ടോ, ദീർഘായുസ് ആയിക്കോളും. 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു ഭൈരവൻ ശാന്തി. 120. അപ്പൊ ഗുരു അന്ന് കണ്ടത് ആരെയാണ്? സുബ്രഹ്മണ്യനെ. കണ്ടപ്പോ ഗുരു എന്താ പറഞ്ഞത്? വണ്ണമയിലേറും എൻ കന്തവടി വേലോ, അങ്ങനെയാണോ പറഞ്ഞത്? അല്ലല്ല, എങ്ങനെയാ പറഞ്ഞത്? ശാന്തം ശംഭു തനൂരം സത്യമനാധാരം ജഗദാധാരം ജ്ഞാതൃജ്ഞാന നിരന്തര ലോക ഗുണാതീതം ഗുരുണാതീതം വല്ലി വത്സല ഭൃംഗാരണ്യകതാരുണ്യം വരകാരുണ്യം സേനാസാരമുദാരം പ്രണമത ദേവേശം. മാന്യം മുനിഭിരമാന്യം മഞ്ജു ജടാ സർപ്പം ജിത കന്ദർപ്പം ആകൽപാമൃത തരള തരംഗമനാസംഗം. കണ്ടായിരിക്കും. അതിലെ ഇത് കണ്ടോ? ഓരോ വരി നിർത്തോ. നാനാ യോനിമയോനിം പ്രണമത ദേവേശം. ഇങ്ങനെയൊക്കെ പറയണമെങ്കിലുണ്ടല്ലോ സാധാരണക്കാരന് പറ്റത്തില്ലേ? സാധാരണക്കാരന് പറ്റുന്നത് എന്താണ്? കൊണ്ടുവാ തങ്കമയിലേ വേലപ്പനെ കൊണ്ടുവാ തങ്കമയിലേ. പ്രിയപ്പെട്ടവരെ, അപ്പോ ഗുരുവിന്റെ വാക്കുകളെ നമുക്ക് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അറിഞ്ഞ് ഇനി ഇതിനകത്ത് ചുമ്മാ സുബ്രഹ്മണ്യനെ കുറിച്ച് ഇങ്ങനെയാണോ എഴുതി വെച്ചേക്കുന്നത്? നമ്മൾ ആ എടുത്താൽ മതി. എന്താണ് പിന്നെ? മാന്യം മുനിഭിരമാന്യം മഞ്ജു ജടാസർപ്പം ജിത കന്ദർ. ആ വരികൾ എടുത്ത്
പഠിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരുപാട് തരം പ്രത്യേകതകളുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന സാധാരണ ഒരു സുബ്രഹ്മണ്യൻ അല്ല അതിനകത്തുള്ളത്. നമ്മൾ കാണുന്ന ആ വള്ളി വേലായുധനെ അല്ല അവിടെ വെച്ചേക്കുന്നത്. വേറൊരു ആത്മീയതയുടെ ഒരു അതീവ വേണ്ട. ഈ നമ്മുടെ വൈദിക മഠത്തിനടുത്ത് നിന്ന് സ്വാമി കുളിക്കുകയാണ്. കുളിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ദേണ്ട്രാ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു. വെള്ള താമരപ്പൂവിൽ വെള്ള വസ്ത്രം ധരിച്ച് അക്ഷരമാലയും പുസ്തകങ്ങളും നിധികുമ്പോ ഒക്കെ ആയിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുകയാണ് മുമ്പില്. കണ്ടപ്പോ തന്നെ ഗുരു ഒന്ന് പാടാൻ തുടങ്ങി. അല്ലാണ്ട് പേന എടുത്ത് എഴുതാനല്ല തുടങ്ങിയത്. അറിയാതെ മുമ്പിൽ കണ്ട ആളെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെ? വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധ രൂപി കള്ളം കളഞ്ഞ് കമലത്തിൽ എഴുതുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്ന് വിളയാടുക. നല്ല എഴുതുക. എങ്ങനെ എഴുതുക? ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്ന വിരാപ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു. അല്ലെ, അവിടെ ഒന്നും സരസ്വതി എന്നൊന്നും പറയുന്നൊന്നുമില്ല, പക്ഷെ അതിനകത്തുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഇത് അനുഭവങ്ങളാണ്, അനുഭവിച്ചറിയുന്നതാണ്. അപ്പൊ അത് നമുക്ക് അതറിഞ്ഞ് ഇനി മുതലുണ്ടല്ലോ ചൊല്ലിപ്പോയാ പോരാ, അതറിയാനും കൂടെ. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഖം താനായതും ധരനദീ നാരിയും നരനും ആ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണിയഹോ. എന്നാ പറയുന്നേ? മീനില്ല, മീനായതും ഭവതി മാനായതും ജനനി. അവസാനം പറയാണ് ഈ ജ്ഞാനായതും. ഈ ജ്ഞാനും ആരാണ്? അതാണ് അനുഭവസ്ഥന്റെ വാക്കെന്ന് പറയുന്നത്. എല്ലായിടത്തും അവസാനം ഈ ജ്ഞാനായതും ഭവതി. നാളെ കപ്പയും മീനും കറി വെച്ചിട്ട് പറയണം മീനായതും ഭവതി മാനായതും ജനനി. ശരി പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് കുറെ കൂടെ പഠിക്കാനും കുറെ കൂടെ അറിയാനും കുറെ കൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗുരുവിനെ സാക്ഷാത്കരിക്കാൻ. ഇനി നമുക്ക് സാക്ഷാത്കാരത്തിന്റെ വഴിയാണ് വേണ്ടത്. അപ്പം ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, സഖ്യം, ആത്മനിവേദനം, പല വഴികളുണ്ട്. അപ്പൊ നമുക്കിനി ആത്മനിവേദനം ചെയ്യാനായിട്ട് ആത്മാവിലേക്ക് ഗുരുവിനെ എത്തിക്കാൻ സാധിക്കട്ടെ. അത് നമ്മുടെ മക്കൾക്കും കൊടുക്കാൻ സാധിക്കണം കേട്ടോ. നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മുടെ മക്കൾക്കും അതിനെ കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ ചോദിക്കും, അമ്മേ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ പൂജിക്കരുത്, നിങ്ങൾ ഈ കാണിക്കുന്നത് എന്നാന്ന് ചോദിക്കും. ചോദിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് അതിനെ പ്രദാനം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ മാറണം കേട്ടോ, നമ്മൾ വളരണം. അങ്ങനെയുള്ള ഒരു വലിയ മാറ്റത്തിന് ഇത്തരം കൺവെൻഷനുകളും ദർശന സംഗമങ്ങളും ഒക്കെ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവരെ, സമയം ഏതാണ്ട് ഒരു 9 മണി അടുക്കാറായപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് എൻ്റെ ക്ലാസ്സിനെ ഉപസംഹരിക്കുകയാണ്. നമുക്കിനിയും ഇതുപോലുള്ള ധാരാളം വേദികളുണ്ടല്ലോ, കണ്ടുമുട്ടാം. കഥയമമ കഥകൾ അതിസാദരം കാക്കുൽസ്ഥ ലീലകൾ കേട്ടാൽ മതിവര. പറഞ്ഞാലും കേട്ടാലും മതിയാവാത്ത ഈ ചരിത്രങ്ങൾ മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 9 മണിയായി. നിർത്താൻ തോന്നാത്തൊരു മനസ്സുണ്ട് കേട്ടോ. നിർത്തണ്ട എന്ന് നിങ്ങളുടെ മുഖം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിന്റെ കാരണം വേറൊന്നുമല്ല, നിർത്താൻ തോന്നാത്തതിന്റെ കാരണം വേറൊന്നുമല്ല. മാറ്റം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് നിങ്ങളാരും വായിക്കോട്ടെ വിട്ടില്ല. ഒരു ചേച്ചി പയ്യെ വാ തുറന്നു നോക്കിയത് അപ്പോൾ എന്റെ കർണകടോരമായ പാട്ട് കേട്ട. അപ്പം അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്റെ വാക്കിന്റെ മിടുക്കല്ല കേട്ടോ. അതിന്റെ കാരണം ഈ മഹാഗുരു ഉണ്ടല്ലോ, ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞിരുന്നു കൊണ്ടാണ്. ആ വെളിച്ചം ഇവിടെ ഉണ്ട്, അറിവായിട്ട് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞപ്പോ നമ്മളിങ്ങനെ തെളിവോടുകൂടിയിരുന്നു. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ നിങ്ങളെ സമർപ്പിക്കുകയാണ്. ഗുരു ആരാണെന്ന് അറിയാമോ? ഗുരുവിനെ കുറിച്ച് മുമ്പ് പറഞ്ഞ വി കൃഷ്ണന്റെ കവിത ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് പറയുന്നുണ്ട്, എന്താ പറയാ, ജഗത്തിൽ പരന്നുള്ളൊരജ്ഞാനമാകും തമസ്സൊക്കെ നീക്കി പ്രകാശം കൊടുക്കും മഹാദീപമേ നീ വിളങ്ങുന്ന കാലത്തിവർക്കില്ല സന്താപമെന്തോ വരട്ടെ. നമ്മൾ ആരും ഇന്ന് വരെ പ്രാർത്ഥിക്കാത്തൊരു കാര്യം ഇത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന തന്നെ ഇവിടെ വന്നിട്ട് എന്റെ ഭഗവാനെ ഒരു വിഷമം വരുത്തല്ലേ, എനിക്കൊരു ബുദ്ധിമുട്ടും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കവി പറയാണ്, ജഗത്തിൽ ലോകത്തിൽ പരന്നിട്ടുള്ള അജ്ഞാനമാകും ഇരുട്ടെല്ലാം നീക്കി പ്രകാശം കൊടുക്കുന്ന മഹാദീപമേ. ഗുരുവിനെ വിളിക്കുന്ന വാക്കാണ്. അവിടുന്ന് മഹാദീപമാണ്. അന്ന് ഗുരുവിന് എത്ര വയസ്സ്?
58. എന്ന് പറയാ, മഹാദീപമേ നീ വിളങ്ങുന്ന കാലത്ത് ഇവർക്കില്ല സന്താപം, എന്തോ വരട്ടെ. അതൊരു ചങ്കൂറ്റുള്ള ആളുടെ ഉറപ്പാ അല്ലേ? എന്റെ ഭഗവാനെ, നീ വിളങ്ങി നിൽക്കുന്ന കാലം വരെ എനിക്ക് സന്താപമില്ല, സങ്കടമില്ല, എന്തു വെള്ളം വന്നോട്ടെ. അത് നല്ല ഭക്തന്മാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തു വെള്ളം വരട്ടെ എന്ന്. ഈ ഭഗവാൻ കൂടെ നിൽക്കുന്ന കാലം വരെ ഞാൻ ഇതിനെ നേരിടും. ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഒരു കഥയുണ്ട്. അവരുടെ കുലദേവതയാണ്, തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ കുലദേവതയാരാ? ശ്രീ പത്മനാഭസ്വാമിയാണ്. അവര് ജ്യോത്സ്യന്മാരെ കാണാൻ പോകത്തില്ല, ജ്യോതിഷം നോക്കത്തില്ല, മുഹൂർത്തം രാശിയും നോക്കത്തില്ല. നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും മുഹൂർത്തം രാശി ഒക്കെ നോക്കും, ഇവർ നോക്കത്തില്ല. നോക്കത്തെ എന്താന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ്, ശ്രീപത്മനാഭൻ ഒരിക്കലും ഉറങ്ങാറില്ല. ശ്രീപത്മനാഭൻ ഉണർന്നിരിക്കുന്ന കാലം വരെ ഒരു ഗ്രഹത്തിനും ഞങ്ങളെ ദോഷകരമായി ബാധിക്കാൻ പറ്റുകയില്ല. ശരിയാണോ? ശ്രീപത്മനാഭൻ ഉണർന്നിരിക്കുമ്പോ പിന്നെ ആരെ പേടിക്കണമെന്ന്? അപ്പൊ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ വിളങ്ങുന്ന കാലം ഇവർക്കില്ല സന്താപം, നമുക്കൊരു സന്താപവും ഇല്ല, എന്തോ വരട്ടെ, എന്തു വേണമെങ്കിലും വരട്ടെ. അത് ഇന്നും നല്ല ഭക്തന്മാർക്ക് അത് അനുഭവമാണ് കേട്ടോ. നടരാജഗുരുവിന്റെ കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെ. ഗുരുവിന്റെ സമാധിക്ക് ശേഷം അമേരിക്ക കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അമേരിക്കയിൽ കൂടെ ഗുരു സമാധിയായി വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം നടരാജഗുരു ഇങ്ങനെ ഒരു വിജനമായ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് മഞ്ഞു വീണു. മഞ്ഞു പെയ്താൽ നമ്മുടെ ഇവിടുത്തെ പോലത്തെ മഞ്ഞല്ല, എന്റെ നാട്ടിൽ കോടമഞ്ഞൊക്കെ ഉണ്ട്, കോട അതുപോലെയല്ല, മഞ്ഞിങ്ങനെ പൊതിയും നമ്മളെ. മഞ്ഞു വീണ് വണ്ടിയില്ല, കമ്പിളിയില്ല, പുതപ്പില്ല. എന്ത് ചെയ്യും? നിസ്സഹായനായിട്ട് പിന്നെ അവിടെ പെട്ടുപോയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് പിന്നെ ചെയ്യാൻ പറ്റുന്ന കൈ ഇങ്ങനെ ചേർത്ത് ദേഹത്തോട് ചേർത്ത് പിടിച്ച് ഒരു കലുങ്കിൽ ഇങ്ങനെ കുത്തിയിരുന്നു. ദേഹം മുഴുവൻ ഇങ്ങനെ മഞ്ഞ് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ശരീരം എല്ലാം ഇങ്ങനെ മരച്ച് 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 മരിക്കാൻ തുടങ്ങുക. പാതിരാത്രി സമയം, രക്ഷയില്ല. മരണത്തെ കാത്തിരിക്കുന്ന സമയത്ത് ആ പാതിരാത്രിയിൽ ഒരു കാർ അതിലെ വരുന്നു. ആ കാറ് നടരാജഗുരുവിന്റെ അടുക്കൽ വന്ന് നിർത്തി. ഒരു സായിപ്പ് വന്ന് വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറാൻ പറയുന്നു. കാല് മരച്ചു പോയതുകൊണ്ട് ഇയാളുടെ സഹായത്തോടെ അകത്തേക്ക് കയറിയിരിക്കുന്നു. സായിപ്പ് വേഗം നടരാജഗുരുവിന് നേരെ വീട്ടിൽ കൊണ്ടുചെല്ലുന്നു. എന്നിട്ട് നെരിപ്പോട് കത്തിച്ച് ചൂടടുപ്പിച്ച് പതിയെ പതിയെ ആരോഗ്യം വീണ്ടെടുത്തു. അപ്പൊ നടരാജഗുരു സംസാരിക്കാറായപ്പോ ചോദിച്ചു, ഈ നട്ടപ്പാതിലേക്ക് ഞാൻ അവിടെ ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പൊ സാഹിബ് പറയണേ, ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങാൻ വേണ്ടി കിടന്നു. ഉറക്കത്തിനിടയിൽ ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഒരാൾ എന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ഒരാൾ മരണത്തെ കാത്തിരിക്കുകയാണ്, ചെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നതായിട്ട് എനിക്കൊരു സ്വപ്നം കിട്ടി. അത് നേരാണോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ ഇറങ്ങിയതാണ്. അങ്ങനെയാണ് നിങ്ങളെ കണ്ടത്. അപ്പൊ നടരാജഗുരു വലിയ അത്ഭുതത്തോടെ ഇരിക്കുന്നത്. അതാരാ നിങ്ങൾക്ക് അറിയാമോ? ഇല്ലില്ല, എനിക്ക് ആ സ്വപ്നത്തിൽ കണ്ട ആളെ ഒരു പരിചയവും ഇല്ല. നടരാജഗുരു പോക്കറ്റിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. അതെടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ആ സ്വപ്നത്തിൽ കണ്ടയാൾ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? സായിപ്പ് വലിയ അതിശയത്തോടെ പറഞ്ഞു, അതെ, ഇദ്ദേഹമാണ് സ്വപ്നത്തിൽ വന്ന് എനിക്ക് ആ കൽപ്പന നൽകിയത്. ഇതാരാണ്? സായിപ്പ് ആകാംക്ഷയോടെ ചോദിക്കുന്നത്. നടരാജഗുരു പറഞ്ഞു, ഇതെന്റെ ഗുരുവാണ്, ഇന്നു മുതൽ നിങ്ങളുടെയും ഗുരുവാണ്. നടരാജഗുരു നൽകിയ ഉറപ്പാണ്. കൈയടിക്കണമെങ്കിൽ കൈയടിക്കുന്ന ചേട്ടാവാണ് ഇതെന്റെ ഇത്. നടരാജഗുരു, ഇതെന്റെ ഗുരുവാണ്, ഇന്നു മുതൽ നിങ്ങളുടെയും ഗുരുവാണ്. അതാണ് ഗുരു കേട്ടോ. അങ്ങനെയാണ് ഗുരുവിനെ അറിഞ്ഞുപാസിക്കുന്നവർക്ക് ഗുരു ഇങ്ങനെ കൂടെ നിൽക്കും. അതുകൊണ്ട് ആ മഹാഗുരുവിനെ അങ്ങനെ ഉപാസിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നൽകിയ ഈ ശ്രദ്ധ, ഈ സ്നേഹം, അത് ഗുരുകാരുണ്യമാണ്. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാമി തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മഹാഗുരു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവിതയാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഗുരു നിങ്ങളുടെ കൈ പിടിച്ച് നടക്കട്ടെ. നിങ്ങളുടെ മക്കളെ ഗുരു പൊന്നുപോലെ കാത്തു പരിപാലിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ അവരിലൂടെ സാധിക്കുമാറാവട്ടെ. ലോകത്തെവിടെയായിരുന്നാലും നമ്മുടെ മക്കൾ ഗുരുവിന്റെ ധർമ്മത്തിലൂടെ വളരട്ടെ. നാളെ നിങ്ങൾക്ക് അഭിമാനികളായിട്ട് അവർ മാറട്ടെ. നിങ്ങളുടെ കഷ്ടകാലങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ആ ഗുരുവിന്റെ അപാരമായ പ്രകാശത്തിൽ അലിഞ്ഞില്ലാതെയാവട്ടെ. മഹാഗുരു നിത്യനിതാന്ത ചൈതന്യമായിട്ട് നിങ്ങളിൽ എന്നും വർത്തിക്കട്ടെ, വിലസട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല വേദിക്ക് ഇതിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സൈൻജുവിനോട്, അതുപോലെ ഈ ശാഖയുടെ ഭാരവാഹികള്, ഈ കൺവെൻഷൻ മുടങ്ങാതെ നടത്തുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സ്വാമി തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വിനീത പ്രണാമം.
നാരായണ ഗുരുസ്വാമിൻ ഭഗവാൻ അഘനാശനൻ കാരുണ്യനിലയൻ നമ്മെ കാത്തുകൊള്ളട്ടെ സർവദാ. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം.